ഹലോ, ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മാരത്തോൺ സീരീസാണ്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ മാരത്തോൺ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് മാരത്തോൺ സീരീസിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. സോ ഇറ്റ് വുഡ് ബി എ വെരി ലോങ് വീഡിയോ ആസ് ഇറ്റ് ഈസ് എ മാരത്തോൺ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എല്ലാം തന്നെ കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എല്ലാ ടോപ്പിക്കും ഇതുപോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇൻ ദി കമ്മിങ് ഡേയ്സ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ടീച്ചിങ്ങിലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഏരിയ നോക്കാം. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. അപ്പോൾ 3 തരം മെത്തേഡ്സ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിനകത്ത് ഒന്നാമത്തത് ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡാണ്. ടീച്ചർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചറിനായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉള്ളത്. അതായത് ടീച്ചർ പ്ലേസ് എ വൈറ്റൽ റോൾ. അതുപോലെ തന്നെ നമ്മൾ ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കൊളാബറേഷനോ ഗ്രൂപ്പ് ലേണിങ്ങോ കാണില്ല. അതായത് ടീച്ചറാണല്ലോ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ലേണിങ്ങും പിന്നെ കൊളാബറേഷനും ഒന്നും ഉണ്ടാവില്ല. ടീച്ചറായിരിക്കും എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ടീച്ചർ പറയുന്ന പോലെ ആയിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ട്രഡീഷണൽ ടീച്ചിങ് ഒക്കെ അതിന് ഉദാഹരണമാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ് ലേണർ സെൻറ്റേർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലേണറിൻ്റെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ടീച്ചർ സെൻറ്റേർഡിലാണെങ്കിൽ ഒരു ടീച്ചർ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ലേണർ സെൻറ്റേർഡിൽ വരുമ്പോഴത്തേക്കും കുട്ടികൾക്കെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടായിരിക്കും ടീച്ചിങ് നടക്കുന്നത്. അതാണ് ലേണർ സെൻറ്റേർഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ചുകൂടെ സപ്പോർട്ടീവും എൻഗേജിങ്ങുമായിട്ടുള്ള ലേണിംഗ് എൻവയൺമെൻ്റ് ആയിരിക്കും. അതായത് ടീച്ചർ ഒരു സപ്പോർട്ടറിനെ പോലെ നിൽക്കും. കുട്ടികളെ കൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കും ലേണിംഗ് നടക്കുന്നത്. അതേസമയം ടീച്ചർ സെൻറ്റേർഡിലാണെങ്കിൽ ടീച്ചറായിരിക്കും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. അവിടെ പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് എന്തില്ല, ഒരു റോളും ഇല്ല. ഇവിടെ എന്താണ്, ഇവിടെ കുറച്ചും കൂടെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയൺമെൻ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഇറ്റ് എംപവേഴ്സ് സ്റ്റുഡൻസ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ദെയർ ഓൺ ലേണിംഗ്. അവരുടെ തന്നെ ലേണിങ്ങിനെ അവർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കൺട്രോൾ ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ എംപവർ ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതാണ് ലേണർ സെൻറ്റേർഡിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ലേണറും ടീച്ചറും ഈക്വൽ റോൾ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ഡയലോഗ്, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെയുള്ള ഒരു ലേണിംഗ് ആണ് മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചർക്കും സ്റ്റുഡൻസിനും എന്ത് തന്നെയാണ്, ഒരേ റോള് തന്നെയാണ്, അല്ലെങ്കിൽ ഈക്വൽ റോളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ 3 തരം മെത്തേഡ്സ് ആണ് ടീച്ചിങ്ങിൽ മനസ്സിലാക്കേണ്ടത്. ടീച്ചർ സെൻറ്റേർഡ്, ലേണർ സെൻറ്റേർഡ്, മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കുറച്ചും കൂടെ മിക്സ്ഡ് മെത്തേഡാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. പക്ഷേ നമ്മളിപ്പോൾ ഒട്ടും ടീച്ചർ സെൻറ്റേർഡ് മെത്തേഡ് ഫോളോ ചെയ്യുന്നേ ഇല്ല, അത് ഔട്ട്ഡേറ്റഡ് ആണ്. ഈതർ നമ്മൾ ലേണർ സെൻറ്റേർഡ് മെത്തേഡ് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ മിക്സ്ഡ് മെത്തേഡ് ഫോളോ ചെയ്യും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡാണ് ഇപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ലെവൽസ് ഓഫ് ടീച്ചിങ് ആണ്. അതായത് ടീച്ചിങ്ങിന് 3 ലെവലുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് മെമ്മറി ലെവലാണ്. ഇതിൻ്റെ പ്രൊപ്പോണൻ്റ്, അതായത് ഇതിൻ്റെ ഒരു ഫൗണ്ടർ എന്നൊക്കെ പറയുന്ന ഒരു തിയറിസ്റ്റാണ് ഹെർബർട്ട് എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ടീച്ചിങ്ങിൻ്റെ ഇനീഷ്യൽ ലെവലാണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മെമ്മറി ലെവൽ എന്ന് പറയുന്നത്? നമ്മൾ കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നതാണ്. ഇപ്പോൾ LKG ഒരു കുട്ടിയെ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നത്? നമ്മൾ ആ കുട്ടിയെ കൊണ്ട് കാര്യങ്ങൾ കാണാതെ പഠിപ്പിക്കും, അല്ലേ? ഇപ്പോൾ ABCD ഒക്കെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്? അതിൻ്റെ എന്തുകൊണ്ട് ഇത് എന്ന് മനസ്സിലാക്കിയിട്ടല്ലോ, നമ്മൾ അതങ്ങ് കാണാതെ പഠിക്കുന്നു. ഇപ്പോൾ A for apple, B for ball, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഇത് നമ്മൾ അങ്ങ് പാടി അങ്ങ് പഠിച്ചു, അല്ലേ? അതല്ലാതെ ഇത് എന്തുകൊണ്ട് A for apple വന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടൊന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് എപ്പോഴും എന്തായിരിക്കും, ഇനീഷ്യൽ ലെവൽ ഓഫ് ടീച്ചിങ് ആയിരിക്കും. അപ്പോൾ ഏതൊരു ടീച്ചിങ്ങിൻ്റെ ഇനീഷ്യൽ ലെവൽ എന്തായിരിക്കും? മെമ്മറി ലെവലായിരിക്കും. അതായത് കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ കാണാതെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇനീഷ്യൽ ലെവൽ ഓഫ് ലേണിംഗ്, അല്ലെങ്കിൽ മെമ്മറി ലെവലിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാം ബൈ ഹാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, എല്ലാം ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഹാർട്ട് ചെയ്യുന്നതിന് മറ്റൊരു പേരാണ് റോട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഏത് ക്ലാസ്സിലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ചെറിയ ക്ലാസ്സുകളിലാണ് നമുക്കിത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, അല്ലേ? വലിയ ക്ലാസ്സിൽ പോയിട്ട് നമുക്ക് ഈ പറയുന്ന മെമ്മറി ലെവൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് സ്യൂട്ടബിൾ ഫോർ ലോവർ ക്ലാസ് ആണ്. ഇതെപ്പോഴും ഇനീഷ്യൽ ലെവലായിട്ടാണ് നമ്മൾ
കണക്കാക്കുക അല്ലേ. ഒരു ടീച്ചിങ്ങിൻ്റെ ഇനീഷ്യൽ ലെവലായിട്ടാണ് നമ്മൾ മെമ്മറി ലെവലിനെ കണക്കാക്കുക. പിന്നെ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? റോട്ട് ലേണിംഗ് ആണ്, കാണാതെ പഠിക്കലാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ഇതെപ്പോഴും എന്തായിരിക്കും? ടീച്ചർ സെൻറ്റേർഡ് ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് സീക്വൻസിങ് ഓഫ് ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ റോട്ട് ലേണിംഗ് ആണ് നടക്കുക എന്ന് പറഞ്ഞു അല്ലേ, കാണാതെ പഠിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണാതെ പഠിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഫാക്റ്റുകൾ സീക്വൻസ് ചെയ്യും. ഇപ്പം നമ്മൾ മഴവില്ലിലുള്ള എല്ലാ കളേഴ്സിനെയും നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് സീക്വൻസ് ചെയ്തു, വിബ്ജിയോർ എന്നുള്ള കോഡാക്കി അല്ലേ. അപ്പം നമ്മൾ ഒരു കാര്യം കാണാതെ പഠിക്കാൻ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? കോഡാണ് പഠിക്കുക അല്ലേ. അപ്പം നമ്മൾ PSC ഒക്കെ പഠിക്കുന്ന ആളുകൾ കോഡ് വെച്ചിട്ടാണ് കാര്യങ്ങൾ പഠിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കി പഠിക്കാനാണെങ്കിൽ കോഡ് വേണ്ട, മനസ്സിലാക്കിയാണ് ഒരു കാര്യം പഠിക്കുന്നതെങ്കിൽ കോഡ് വേണ്ട. കാണാതെ പഠിക്കുമ്പോഴാണ് നമുക്ക് കോഡ് വേണ്ടത് അല്ലേ. ഫാക്റ്റുകളെ നമ്മൾ സീക്വൻസ് ചെയ്യാന്ന് വെച്ചാൽ ഓർഡർ ആക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാക്റ്റുകളെ സീക്വൻസ് ചെയ്യണം, ഓർഡർ ആക്കുന്നത് അല്ലേ. അപ്പോൾ സീക്വൻസിങ് ഓഫ് ഫാക്റ്റ് എവിടെയാണ് വരിക? ഇനീഷ്യൽ ലെവൽ ഓഫ് ടീച്ചിങ് അഥവാ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ് നമ്മൾ ഫാക്റ്റുകൾ ഇങ്ങനെ ഓർഡറിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാണാതെ പഠിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓർഡറിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ മെമ്മറി ലെവലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, ഇത് കുറച്ചും കൂടെ വലിയ ക്ലാസ്സിലാണ് നമ്മൾ ചെയ്യുക. ആലോചിച്ച് നോക്കിയേ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ആണല്ലേ, അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കി പഠിക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വരിക. അപ്പോൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് വരുന്നുണ്ട്? നമുക്ക് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റാന്ന് വരുന്നുണ്ട് അല്ലേ. അതായത് ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായാലാണ് എനിക്ക് അതിന് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, അത് മനസ്സിലായോ? മനസ്സിലായോ, അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയൂ എന്ന് പറയും. അപ്പോൾ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ഗിവിങ് എക്സാമ്പിൾസ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനി ഇവിടെ ഇതിൻ്റെ പ്രൊപ്പോണൻ്റ്, അണ്ടർസ്റ്റാൻഡിങ് ലെവലിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാണ്? മോറിസൺ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, പിന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ ടീച്ചർ ആൻഡ് ലേണർ പ്ലേ ആക്റ്റീവ് റോൾ. ഇവിടെ ടീച്ചറും ലേണറും എന്ത് ചെയ്യുന്നുണ്ട്? ആക്റ്റീവ് റോള് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. എന്താണ് റിഫ്ലക്റ്റീവ് ലെവൽ? നമ്മൾ ആപ്ലിക്കേഷനാണ്, നമ്മൾ പഠിച്ച കാര്യത്തിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുക. ഇതിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാണ്? ഹണ്ട് ആണ്. ഓക്കെ, അപ്പോൾ മെമ്മറി ലെവലിൻ്റെ പ്രൊപ്പോണൻ്റ് ഹെർബർട്ട്, അണ്ടർസ്റ്റാൻഡിങ് മോറിസൺ, റിഫ്ലക്റ്റീവ് ലെവലിൻ്റെ ഹണ്ട് ആണ്. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് ലെവലാണ്. അപ്പോൾ ആദ്യത്തെ ലെവൽ, ഇനീഷ്യൽ ലെവൽ മെമ്മറി ലെവലാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഏതാണ്? റിഫ്ലക്റ്റീവ് ലെവലാണ്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ നോളേജിനെ എന്ത് ചെയ്യുവാണ്? ഒരു റിയൽ ലൈഫ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇതാണ് റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. അതായത് ഞാൻ മുന്നേ പഠിച്ച ഒരു കാര്യത്തിനെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത് സോൾവ് ചെയ്യാൻ വേണ്ടി പഠിച്ച കാര്യം അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതെന്തായിരിക്കും? റിഫ്ലക്റ്റീവ് ലെവലായിരിക്കും അല്ലേ. അപ്പോൾ ഇത് വലിയ ക്ലാസ്സിലേ നടക്കുകയുള്ളൂ. ചെറിയ ക്ലാസ്സിൽ ഒരിക്കലും കുട്ടി പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാനൊന്നും പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് വാട്ട് വി ഹാവ് ലേൺഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഇതാണ് 3 ലെവൽസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ ലെവലായ മെമ്മറി ലെവൽ, പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ. ഇതിന് മൂന്നിനും ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളുണ്ട് അല്ലെങ്കിൽ കീവേഡുകളുണ്ട്. മെമ്മറി ലെവലാണെങ്കിൽ എന്താണ്? സീക്വൻസിങ് ഓഫ് ഫാക്റ്റും റോട്ട് ലേണിംഗുമാണ് കീവേഡ്. അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ ഗിവിങ് എക്സാമ്പിൾസ് ആണ്. റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ യൂസിങ് നോളേജ് ടു സോൾവ് റിയൽ ലൈഫ് പ്രോബ്ലംസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 3 ലെവൽസ് ഓഫ് ലേണിങ്ങിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൊമെയിൻസ് ഓഫ് ലേണിംഗ് ആണ്. ലേണിങ്ങിന് 3 ഡൊമെയിനുകളാണുള്ളത്. നമുക്ക് ആദ്യം ആ 3 ഡൊമെയിനുകൾ ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. 3 ഡൊമെയിനുകളാണ് കോഗ്നിറ്റീവും അഫക്റ്റീവും അതുപോലെ തന്നെ സൈക്കോമോട്ടോറും. അതിൽ നമ്മൾ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. കോഗ്നിറ്റീവ് 3 ഡൊമെയിനുകളാണുള്ളത്: കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ. കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ, അങ്ങനെ 3 ഡൊമെയിനുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കോഗ്നിറ്റീവ് എന്ന് നോക്കാം. ഓക്കെ, കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം സോൾവിങ്, അതായത് നമ്മുടെ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട, നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡൊമെയിനാണ് കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അതിനെയാണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ബ്ലൂ
ബ്ലൂമിൻ്റെ ടാക്സോണമിയാണ്. ഓക്കെ, അപ്പോൾ ബ്ലൂമിൻ്റെ ടാക്സോണമി കോഗ്നിറ്റീവ് ഡൊമെയിനിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നാണ് ബ്ലൂമിൻ്റെ ടാക്സോണമിയിൽ പറയുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കോഗ്നീഷനുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഒരു മാത്സിലൊരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളത് ചെയ്യുന്നത്, അപ്പോൾ അതാണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലൂമിൻ്റെ ടാക്സോണമി അനുസരിച്ച് നമ്മുടെ കോഗ്നിഷൻ നടക്കുന്നതിന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോളേജ് ആണ്. നമ്മളൊരു കാര്യം പഠിക്കുന്നു, ഓക്കെ, കാണാതെ പഠിക്കുന്നു, അതാണ് നോളേജ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? അതെന്താണെന്ന് മനസ്സിലാക്കുന്നു, അതാണ് കോംപ്രിഹെൻഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ആപ്ലിക്കേഷൻ, അതിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നു. അഞ്ചാമത്തെ സ്റ്റെപ്പ് അതിൽ നിന്ന് നമ്മളൊരു പുതിയ കാര്യത്തിന് സിന്തസൈസ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ അതിനെ വിലയിരുത്തുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതാണ് ബ്ലൂമിൻ്റെ ടാക്സോണമി പറയുന്നത്. അതായത് നമ്മുടെ ഒരു കോഗ്നീഷൻ, നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമെയിനിൽ പഠനം നടക്കുന്നത് ഇങ്ങനെയാണെന്നാണ് ബ്ലൂം പറയുന്നത്. ആദ്യം നമ്മളത് കാണാതെ പഠിക്കുന്നു, പിന്നെ മനസ്സിലാക്കുന്നു, അപ്ലൈ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, പുതിയതുണ്ടാക്കുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. നോളേജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. അപ്പോൾ ഇതാണ് ബ്ലൂമിൻ്റെ ടാക്സോണമി പറയുന്നത്. അപ്പോൾ ബ്ലൂമിൻ്റെ ടാക്സോണമി ഏത് ഡൊമെയിനെ പറ്റിയാണ് പഠിക്കുന്നത്? കോഗ്നിറ്റീവ് ഡൊമെയിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ബ്ലൂമിൻ്റെ ടാക്സോണമി റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. റിവൈസ് ചെയ്തപ്പോൾ കുറച്ച് ചേഞ്ചേ വന്നിട്ടുള്ളൂ. ഇവിടെ നേരത്തെ നോളേജ് എന്നുള്ളിടത്ത് റിമെമ്പറിങ് എന്നാക്കി, കോംപ്രിഹെൻഷൻ എന്നുള്ളിടത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നാക്കി, ആപ്ലിക്കേഷൻ എന്നുള്ളിടത്ത് അപ്ലൈയിങ് എന്നാക്കി, അനാലിസിസ് എന്നുള്ളിടത്ത് അനലൈസിങ് എന്നാക്കി, സിന്തസിസും ഇവാലുവേഷനും ഒന്ന് തിരിച്ചിട്ടു. ആദ്യം അനലൈസിങ്, അത് കഴിഞ്ഞിട്ട് ഇവാലുവേറ്റിംഗ്. ഓക്കെ, അനലൈസിങ് കഴിഞ്ഞിട്ട് ഇവാലുവേറ്റിങ്ങും സിന്തസിസും ഒന്ന് തിരിച്ചിട്ടിട്ട് ഇവാലുവേറ്റിംഗ് ആദ്യം വന്നു, എന്നിട്ട് സിന്തസിസിൻ്റെ അവിടെ ഇവാലുവേറ്റിംഗ് വന്നു, ഇവാലുവേഷൻ്റെ അവിടെ ക്രിയേറ്റിംഗ് വന്നു. അതാണ് വ്യത്യാസം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഒന്നുകൂടെ നോക്കാം. ബ്ലൂമിൻ്റെ ടാക്സോണമി അനുസരിച്ച് ആദ്യം നോളേജ്, പിന്നെ കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇനി റിവൈസ്ഡ് ടാക്സോണമി അനുസരിച്ചാണെങ്കിൽ നോളേജിൻ്റെ അവിടെ റിമെമ്പറിങ് വരും, കോംപ്രിഹെൻഷൻ്റെ അവിടെ അണ്ടർസ്റ്റാൻഡിങ് വരും, ആപ്ലിക്കേഷൻ്റെ അവിടെ അപ്ലൈയിങ് വരും, അനാലിസിസിൻ്റെ അവിടെ അനലൈസിങ് വരും, സിന്തസിസിൻ്റെ അവിടെ ഇവാലുവേറ്റിംഗ് എന്ന് വരും, ഇവാലുവേഷൻ്റെ അവിടെ ക്രിയേറ്റിംഗ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് റിവൈസ്ഡ് ടാക്സോണമി. ഇതെല്ലാം ഏത് ഡൊമെയിനിൽ വരുന്നതാണ്? കോഗ്നിറ്റീവ് ഡൊമെയിനിൽ വരുന്നതാണ്. അപ്പോൾ 3 ഡൊമെയിനുകളാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കോഗ്നിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ട, ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഡൊമെയിനാണ് കോഗ്നിറ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് അഫക്റ്റീവ് ഡൊമെയിനാണ്. അഫക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷനുമായി ബന്ധപ്പെട്ട ഡൊമെയിനാണ് അഫക്റ്റീവ് ഡൊമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളിപ്പോൾ ഒരു കവിത പഠിക്കുവാണെങ്കിൽ ഏത് ഡൊമെയിൻ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ അഫക്റ്റീവ് ഡൊമെയിൻ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്, അല്ലേ? അതായത് ഇപ്പോൾ നമ്മൾ ഒരു മാത്സിലൊരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഏത് ഡൊമെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്? നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മളൊരു കവിത പഠിക്കുവാണെങ്കിൽ നമ്മുടെ ഏത് ഡൊമെയിൻ ആയിരിക്കും? നമ്മുടെ അഫക്റ്റീവ് ഡൊമെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തരത്തിലാണ് അത് പോകുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. അതായത് നമ്മുടെ ഓരോ ഡൊമെയിനുകളും വർക്ക് ചെയ്യുന്നത് ഓരോരോ മേഖലയിലാണ്, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ അഫക്റ്റീവ് ഡൊമെയിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അഫക്റ്റീവ് ഡൊമെയിനിന് ഉള്ള സ്റ്റെപ്പുകളാണ്. ഓക്കെ, അപ്പോൾ അഫക്റ്റീവ് ഡൊമെയിനിലുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം എന്താണ്? റിസീവിങ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കുട്ടിയെ ഒരു കവിത പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കുട്ടിയുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യണം. അതാണ് റിസീവിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് റിസീവിങ്. അതാണ് റിസീവിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഫക്റ്റീവ് ഡൊമെയിനിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? റിസീവിങ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? റെസ്പോണ്ടിങ് എന്ന് പറയുന്നത് എൻഗേജിങ് സ്റ്റുഡൻറ്റ്, കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് റെസ്പോണ്ടിങ്. അതായത് കുട്ടികളുടെ അടുത്ത് കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവരോട് നോട്ട്സ് എഴുതാൻ പറയുക, അതൊക്കെയാണ് റെസ്പോണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? റിസീവിങ്, അവരുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുക. രണ്ടാമത്തത് എന്താണ്? അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുക, അതായത് അവരുടെ അടുത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറയുക, അതുപോലെ തന്നെ നോട്ട്സുകൾ എഴുതിയെടുക്കാൻ പറയുക. ഇതൊക്കെയാണ് റെസ്പോണ്ടിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? വാല്യൂയിങ്, അതായത് കുട്ടികളുടെ അടുത്ത്
അവരെടുത്ത് ഈ ടോപ്പിക്ക് ഇൻറ്റേർണലൈസ് ചെയ്യിപ്പിക്കുക കുട്ടികളെ കൊണ്ട്. അതായത് ഇപ്പം നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ അവരെടുത്ത് ഈ ടോപ്പിക്ക് അവരെടുത്ത് ഇൻറ്റേർണലൈസ് ചെയ്യാൻ പറയും കുട്ടികളെ കൊണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അത് ഇൻറ്റേർണലൈസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് വാല്യൂയിങ് എന്ന് പറയുന്നത്. ഇനി ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഓർഗനൈസ് ചെയ്യുന്നത്? എവിടെയാണ്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? ക്യാരക്ടറൈസേഷൻ. നമ്മൾ പഠിച്ച കാര്യത്തിനെ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാക്കുന്നതാണ് ക്യാരക്ടറൈസേഷൻ. അപ്പോൾ അഫക്റ്റീവ് എന്ന് പറയുന്നത് കൂടുതലും ഏത് റെലത്തിലായിരിക്കും? ഇപ്പോൾ ഒരു കുട്ടിയെ ഒരു സ്വഭാവമൊക്കെ പഠിപ്പിക്കാനാണെങ്കിൽ, കുട്ടിയെ ഒരു ഹാബിറ്റൊക്കെ പഠിപ്പിക്കാനാണ് നമ്മൾ ഏത് ഡൊമെയിൻ ഉപയോഗിക്കുക? അഫക്റ്റീവ് ഡൊമെയിൻ ഉപയോഗിക്കുക. അതേസമയം കുട്ടിയെ മാത്സ് പഠിപ്പിക്കാനാണെങ്കിൽ നമ്മൾ കോഗ്നിറ്റീവ് ഡൊമെയിൻ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ കുട്ടിയെ ഒരു സ്വഭാവമൊക്കെ പഠിപ്പിക്കാനാണെങ്കിൽ നമ്മൾ ഏത് ഡൊമെയിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്? അഫക്റ്റീവ് ഡൊമെയിൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ഡൊമെയിനാണ് സൈക്കോമോട്ടോർ. സൈക്കോമോട്ടോർ എന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ടുള്ള റെലം അല്ലേ. അപ്പം നമ്മളൊരു കുട്ടീനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി പഠിപ്പിക്കാൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ നീന്തൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏത് ഡൊമെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്? സൈക്കോമോട്ടോർ ഡൊമെയിൻ ആയിരിക്കും. അതായത് നമ്മളെ ഫിസിക്കൽ സ്കില്ല് പഠിപ്പിക്കുന്നതാണ് സൈക്കോമോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഇമിറ്റേഷൻ. ആദ്യം എന്തായിരിക്കും ചെയ്യുക? ഇപ്പം നമ്മൾ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. നമുക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പോൾ ഇമിറ്റേഷൻ. ആദ്യം ഞാൻ എന്ത് ചെയ്യും? കുട്ടി ഞാൻ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ കുട്ടി അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും. അതാണ് ഇമിറ്റേഷൻ. രണ്ടാമത്തത് എന്താണ്? മാനിപ്പുലേഷൻ. നമ്മൾ കുട്ടീനെ ഗൈഡ് ചെയ്യും. അതായത് കുട്ടിയോട് പറയാം, അയ്യോ ഇങ്ങനെയല്ല, കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അതാണ് മാനിപ്പുലേഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? പ്രിസിഷൻ. നമ്മൾ കുറച്ചും കൂടെ അക്യുറേറ്റ് ആക്കാൻ കുട്ടിയോട് പറയും അല്ലേ. അതായത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അക്യുറേറ്റ് ആക്കാൻ നോക്കും, പ്രിസൈസ് ആക്കാൻ നോക്കും. അതാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ ഒറിജിനൽ സോഴ്സ് അവിടെ ഇല്ലാതെ കുട്ടി തനിയെ ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ ഡാൻസ് കളിക്കുന്നു, ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുന്നു അല്ലേ. കുട്ടി അത് ഒബ്സർവ് ചെയ്തിട്ട് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതാണ് ഇമിറ്റേഷൻ. രണ്ടാമത്തത് ഞാൻ എന്ത് ചെയ്യുന്നു? കുട്ടിയെ കൈ പിടിപ്പിച്ചിട്ട് അത് ശരിയാക്കും. ദേ ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, ഇങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് പറഞ്ഞ് ശരിയാക്കിക്കുന്നതാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്? ഞാൻ അവിടെ ഇല്ല, പഠിപ്പിക്കുന്ന ഞാൻ അവിടെ ഇല്ല, കുട്ടി തനിയെ ചെയ്യുവാണ് അല്ലേ. അപ്പോൾ അതാണ് പ്രിസിഷൻ. ഇനി അടുത്ത സ്റ്റേജാണ് ആർട്ടിക്കുലേഷൻ. അതായത് ഇവിടെ 2 or 3 സ്കില്ലുകൾ കമ്പൈൻ ചെയ്യും. അതായത് ഞാൻ നേരത്തെ ഒരു സ്റ്റെപ്പാണ് കുട്ടിയെ ഡാൻസ് പഠിപ്പിച്ചെങ്കിൽ ഇവിടെ 2 or 3 സ്റ്റെപ്പ് കുട്ടി തനിയെ ചെയ്യുന്നതാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജാണ് നാച്ചുറലൈസേഷൻ. ഇവിടെ കുട്ടി കുറച്ചും കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യും. മറ്റേത് കുട്ടി ഇപ്പം നമ്മൾ ഗിറ്റാറൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കിയല്ലേ ചെയ്യുക. ഓരോ കോഡും ഓരോ സ്ട്രിങ്ങും നമ്മൾ നോക്കിയാണ് വയലിൻ ഗിറ്റാറൊക്കെ പഠിക്കുന്ന സമയത്ത് സി അങ്ങനെ ഓരോ കോഡും നമ്മൾ നോക്കിയായിരിക്കും ചെയ്യുന്നത്. നാച്ചുറലൈസേഷൻ്റെ സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും എന്താണ്? കുട്ടി നോക്കാതെ തന്നെ കുട്ടിക്ക് ഗിറ്റാർ വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഗിറ്റാറിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇമിറ്റേഷൻ. ഞാൻ ഗിറ്റാർ വായിക്കുന്ന കാണിച്ചു കൊടുക്കുന്നു, കുട്ടി അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതാണ് ഇമിറ്റേഷൻ. മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് കുട്ടി സ്ട്രിങ് ഇപ്പോൾ ഒരു സ്ട്രിങ്ങിൽ ടച്ച് ചെയ്യേണ്ടടുത്ത് 2 സ്ട്രിങ്ങിൽ കുട്ടിയുടെ വിരലിൽ ടച്ച് ചെയ്ത് അപ്പോൾ ഞാൻ പറയും, അയ്യോ അവിടെ വേണ്ട, ഈ സ്ട്രിങ്ങിൽ മാത്രം പ്രസ് ചെയ്യണം എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ. ഇനി പ്രിസിഷൻ എന്ന് പറയുന്നത് ഞാൻ അവിടെ ഇല്ല, കുട്ടി തനിയെ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതാണ് പ്രിസിഷൻ. ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത് കുട്ടി 2 or 3 കോഡുകളൊക്കെ വായിക്കുന്നതാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത് വളരെ അനായാസമായിട്ട് ഈ കുട്ടി വയലിൻ അല്ലെങ്കിൽ ഗിറ്റാർ വായിക്കുന്നതാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡൊമെയിൻസ് ഓഫ് ലേണിങ്ങിൽ പറയാനുള്ളത്. കോഗ്നിറ്റീവ് ഉണ്ട്, എഫക്റ്റീവ് ഉണ്ട്, സൈക്കോമോട്ടോർ ഉണ്ട്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് മാസ്ലോ ഒരു തിയറിസ്റ്റാണ്. ഇക്കണോമിക്സിലാണ് ഈ മാസ്ലോ പല തിയറികളും അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാസ്ലോയുടെ തിയറിക്കകത്ത് നമ്മൾ പറയുന്നത് നമ്മൾ ഓരോ ലെവൽ കഴിയും തോറുമാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നത് എന്നാണ് മാസ്ലോ പറയുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ടീച്ചിങ്ങിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്? നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് എന്താണ്? ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഫിസിയോളജിക്കൽ നീഡ്? ആഹാരം, ഭക്ഷണം, ഷെൽട്ടർ, ഇതൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്
ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരു കുട്ടിക്ക് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യേണ്ട നീഡ് എന്താണ്? ഫിസിയോളജിക്കൽ നീഡാണ്. ഇനി രണ്ടാമത്തത് ആ കുട്ടിക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്തായിരിക്കും? ഇപ്പോൾ നമുക്ക് ഫിസിയോളജിക്കൽ നീഡൊക്കെ കിട്ടി, അതായത് എനിക്ക് ആഹാരവും ഭക്ഷണവും ഈ പറയുന്ന വെള്ളവും ഇതെല്ലാം കിട്ടി, ഷെൽട്ടറൊക്കെ കിട്ടി. അപ്പോൾ ഇനി അടുത്ത് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്തായിരിക്കും? സേഫ്റ്റി നീഡ്. അപ്പോൾ എനിക്ക് ഇനി സ്കൂളിൽ പോകണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എനിക്ക് സേഫ് ആയിട്ട് തോന്നണം. സ്കൂൾ എന്ന് പറയുന്നത് എനിക്ക് സേഫ് ആയിട്ട് തോന്നണം. അതാണ് സേഫ്റ്റി നീഡ്. ഇനി എനിക്ക് സേഫ്റ്റി നീഡും കിട്ടി, അതായത് എനിക്ക് സേഫ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി എനിക്ക് അടുത്ത ലെവലായിരിക്കണം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതെന്താണ്? ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. അതായത് ഞാൻ അവിടെ ബിലോങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകാൻ ഒരു താല്പര്യം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. അതാണ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ സാറ്റിസ്ഫൈ ആയാലാണ് എനിക്ക് എന്താവുള്ളൂ? എനിക്ക് ആ സ്കൂളിൽ പോകാൻ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തത് എസ്റ്റീം നീഡാണ്. എസ്റ്റീം നീഡ് എന്ന് പറയുന്നത് എനിക്ക് റെക്കഗ്നിഷനും റെസ്പെക്റ്റും കിട്ടണം. അതായത് എനിക്ക് എന്നെ അംഗീകരിക്കണം, അല്ലേ? അതാണ് അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അംഗീകാരം കൂടെ കിട്ടുമ്പോഴാണ് എനിക്ക് ആ സ്കൂളിൽ പോകാൻ താല്പര്യം തോന്നുന്നത്. സോ ദാറ്റ് ഈസ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ഇനി എസ്റ്റീം നീഡും കൂടെ സാറ്റിസ്ഫൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അച്ചീവ് ചെയ്യുന്ന നീഡ് എന്തായിരിക്കും? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലേ? ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ഇത്രയും നീഡുകളിലൂടെ പോയിട്ടാണ് ഇതെല്ലാം സാറ്റിസ്ഫൈ ആയിട്ടാണ് നമ്മളൊരു ഹയസ്റ്റ് റെലം ആയ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇത് അബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന തിയറിസ്റ്റിന്റെ ഒരു തിയറിയാണ്. ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്നാണ് ഇതിനെ പറയുക. ഓക്കെ, അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജീൻ പിയാജയുടെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഒരു കുട്ടിയുടെ കോഗ്നീഷൻ എങ്ങനെയാണ്, അതായത് ഒരു കുട്ടിയുടെ ബുദ്ധിവികാസം നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ജീൻ പിയാജെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. 3 സ്റ്റെപ്പുകളാണ് നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്: അസിമിലേഷൻ, ഇക്വിലിബ്രിയേഷൻ, അക്കോമഡേഷൻ. അതായത് നമ്മൾ മുന്നേ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവും, അല്ലേ? അപ്പോൾ മുന്നേ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ ചിലപ്പോൾ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യും, ചിലപ്പോൾ അതിനെ ചെറുതായിട്ട് ചേഞ്ച് വരുത്തും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ജീൻ പിയാജയുടെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ഏറ്റവും ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾക്ക് ഹോസ്റ്റലാണ് നിങ്ങൾ താമസിക്കുന്നത്. നിങ്ങളുടെ റൂമിനകത്ത് 2 കോട്ടുണ്ട്. ഒരെണ്ണത്തിൽ നിങ്ങൾ കിടക്കുന്നു, മറ്റേ കോട്ട് വേക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വേക്കൻ്റ് ആയ കോട്ടിൽ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെന്താണ്, നമ്മുടെ ആ കോട്ട് വേക്കൻ്റ് ആണ്, അപ്പോൾ അവിടെ ഇപ്പം ആരും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബുക്സ്, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ ബാക്കിയുള്ള കുറേ സാധനങ്ങളൊക്കെ ആ കട്ടിലിനകത്ത് വെക്കാം. ചിലരെന്ത് ചെയ്യും? ആ കട്ടിൽ അവിടെ വേക്കൻ്റ് ആക്കി തന്നെ ഇടും. ചിലർ ഈ പറയുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ പുതിയ ഒരാൾ ആ റൂമിലേക്ക് വരുവാണ്. അപ്പം നിങ്ങളുടെ മേട്രൺ വന്നിട്ട് പറയാണ്, ഇതിനകത്ത് റൂമിനകത്തേക്ക് പുതിയ ആൾ വരുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോട്ടിനകത്ത് ഡ്രസ്സ്, ബുക്ക് ഒക്കെ വെച്ച ആൾ എന്ത് ചെയ്യേണ്ടി വരും? അതെല്ലാം എടുത്ത് ഈ പുതിയ വരുന്ന ആളെ അക്കമഡേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ലേണിങ്ങിൽ നടക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളെ ഒന്ന് ചേഞ്ച് വരുത്തിയിട്ടാണ് പുതിയ കാര്യങ്ങളെ നമ്മൾ റിസീവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അക്കോമഡേഷൻ എന്നാണ് പറയാം. ഇനി നമ്മൾ ഒരു കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതിനകത്ത് ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല, നേരെ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് അസിമിലേഷനാണ്. അതായത് നമ്മൾ ഓൾറെഡി ആ കട്ടിലിൽ ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ വാർഡൻ വന്നിട്ട് പറയുന്നു പുതിയ ആൾ വരുന്നുണ്ട്, ജസ്റ്റ് ആ ആൾ വരുന്നു, കട്ടിൽ കിടക്കുന്നു, ജസ്റ്റ് അസിമിലേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ നടക്കാം. അതായത് നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങളെ ഒരു ചേഞ്ചും വരുത്താതെ ജസ്റ്റ് പുതിയ കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് അറ്റാച്ച് ചെയ്ത് അസിമിലേറ്റ് ചെയ്ത് പോയാൽ മതി. അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുക. നമ്മൾ നേരത്തെ പഠിച്ച കാര്യത്തിന് ഒരു ചേഞ്ചും വരുത്താതെ ജസ്റ്റ് അത് അങ്ങ് ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് അസിമിലേഷൻ ആണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച കാര്യത്തിനെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പുതിയ കാര്യം അവിടെ പഠിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? അക്കമഡേഷൻ ആയിരിക്കും. ഇനി ഈ അസിമിലേഷൻ്റെയും അക്കമഡേഷൻ്റെയും ഒരു ബാലൻസിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ്റെയും അക്കമഡേഷൻ്റെയും ഒരു ബാലൻസിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയേഷൻ എന്ന് പറയുന്നത്. വെരി സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് നമ്മൾ ജസ്റ്റാൾട്ട് തിയറി അഥവാ
ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ജസ്റ്റാൾട്ട് തിയറി അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് എന്ന് നോക്കാം. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഈ ജസ്റ്റാൾട്ട് തിയറി അല്ലെങ്കിൽ ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് പറയുന്നത് പാർട്ടിനേക്കാൾ വലുത് അതിൻ്റെ ഹോളാണെന്ന്. അതായത് നമ്മൾ ഒരു കാര്യത്തിനെ പഠിക്കുമ്പോൾ അതിൻ്റെ ഭാഗത്തിനെ നോക്കാതെ അതിൻ്റെ ഫുള്ളിനെ നോക്കണം എന്നാണ് ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് അല്ലെങ്കിൽ ജസ്റ്റാൾട്ട് തിയറി പറയുന്നത്. ഇതിന് മെയിനായിട്ട് 3 പ്രൊപ്പോണൻസ് ആണ് ഉള്ളത്. വോൾഫ്ഗാങ് കോഹ്ലർ, കർട്ട് കോഫ്ക, മാക്സ് വെർത്തിമർ. ഇവർ 3 പേരുമാണ് ജസ്റ്റാൾട്ട് തിയറിയുടെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് എന്ന് പറയുന്നത്. കോഹ്ലർ, കോഫ്ക, വെർത്തിമർ. ഓക്കെ, കോഹ്ലർ, കോഫ്ക, വെർത്തിമർ, ഇവർ 3 പേരുമാണ് ജസ്റ്റാൾട്ട് തിയറിയിലെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ. ഇവരെ ഓർത്തിരിക്കാൻ ഒരു ടെക്നിക്ക് ഞാൻ നമ്മുടെ മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോഹ്ലി ജസ്റ്റ് ഒരു കോഫി കുടിച്ചു, അത് വർത്തായിരുന്നു. കോഹ്ലി എന്ന് പറയുന്ന കോഹ്ലർ, ജസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് തിയറിയാണെന്ന് ഓർക്കാനാണ്. കോഫി കുടിച്ചു, കോഫ്ക, അത് വർത്തായിരുന്നു, മാക്സ് വെർത്തിമർ. അപ്പോൾ ഇവർ 3 പേരുമാണ് ജസ്റ്റാൾട്ട് തിയറിയുടെ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണ്? ഹോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ പാർട്ട്. പാർട്ടിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്താണ്? ആ ഒരു കാര്യത്തിനെ നമ്മൾ ഹോളായിട്ട് കാണുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ കുറച്ച് ലോ ആണ്. ഓക്കെ, ലോ ഓഫ് ജസ്റ്റാൾട്ട് തിയറി. കുറേ ലോ ഉണ്ട്, അതെന്താണെന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തെ ലോ പറയുന്നത് ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് നമുക്ക് സമീപത്തുള്ളതിനെ രണ്ടും കമ്പയർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട് അല്ലേ, നമ്മുടെ ബ്രെയിനിനുണ്ട്. അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ പണ്ടൊക്കെ ബാലരമയിൽ ഈ 2 പിക്ചർ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഹോളായിട്ട് കണ്ടാലാണ് നമുക്ക് ആ വ്യത്യാസം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും നമുക്ക് ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നത് സമീപത്തുള്ളതിനെ നമുക്ക് കമ്പയർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ അതിന് ഒന്നായിട്ട് കാണാനുള്ളൊരു ടെൻഡൻസി കൂടുതൽ നമുക്ക് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? നമ്മൾ കാര്യങ്ങൾ ഹോളായിട്ട് കാണുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നത്. അടുത്തത് ലോ ഓഫ് ക്ലോഷർ ആണ്. അതായത് ഇപ്പം നമ്മളൊരു സംഭവം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ക്ലോസ് ചെയ്ത് കാണാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ബ്രെയിനിനുണ്ടാവും. അതായത് ഇപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുവാണ്, ആ സർക്കിള് 2 കൂട്ടിമുട്ടിയിട്ടില്ല അതിൻ്റെ 2 എൻഡും. പക്ഷെ നമ്മുടെ ബ്രെയിൻ അത് സർക്കിളായിട്ട് തന്നെയാണ് റിസീവ് ചെയ്യുക. കാരണം എന്താണ്? നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ അതിന് സർക്കിളായിട്ട് തന്നെ തോന്നുന്നത്, ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. പക്ഷെ അത് നമ്മുടെ ബ്രെയിൻ എന്താണ്? അത് ക്ലോസ് ചെയ്തിട്ട് അതൊരു സർക്കിളായിട്ട് തന്നെ ആയിരിക്കും അതിനെ കാണുന്നത്. ഇനി ലോ ഓഫ് സിമിലാരിറ്റി, അതായത് 2 എണ്ണത്തിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സിമിലാരിറ്റിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹോളായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ആ സിമിലാരിറ്റി കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലോ ഓഫ് കണ്ടിന്യൂറ്റി, നമ്മുടെ ബ്രെയിനിന് ഒരു ടെൻഡൻസി ഉണ്ട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ. അതായത് ഇപ്പം നമ്മൾ ഒരു വര വരച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു നീളത്തിലൊരു വര വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ നീളത്തിൽ തന്നെ പോകാനായിരിക്കും നമ്മുടെ ബ്രെയിനിന് ഒരു ടെൻഡൻസി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളത് ആ ഒരു കണ്ടിന്യൂറ്റി നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈ ജസ്റ്റാൾട്ട് തിയറിയിൽ വരുന്ന ലോകളാണ്. ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് കണ്ടിന്യൂറ്റി. ഒരു കാര്യം അതിൻ്റെ ഒരു പാറ്റേണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് ലോ ഓഫ് കണ്ടിന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് വൈഗോട്സ്കിയുടെ ഒരു തിയറിയാണ്. വൈഗോട്സ്കിയുടെ ഒരു ലേണിംഗ് തിയറിയാണ് വൈഗോട്സ്കീസ് തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ലേ വൈഗോട്സ്കി, LEY ലേ ആണ്. ലേ വൈഗോട്സ്കിയുടെ തിയറിയാണ് തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ തിയറിയെ നമ്മൾ സോഷ്യോ കൾച്ചറൽ തിയറി എന്നും വിളിക്കാറുണ്ട്. വൈഗോട്സ്കിയുടെ തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ നമ്മൾ സോഷ്യോ കൾച്ചറൽ തിയറി എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന്. ഓക്കെ, ഇവിടെ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ലേ വൈഗോട്സ്കിയുടെ തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് പറയുന്നത് ഒരാളുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് എ ഡൈനാമിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ദി സൊസൈറ്റി. അതായത് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ഇൻറ്ററാക്ഷൻ ആണെന്നാണ് ആ കുട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ സൊസൈറ്റിയും. അതായത് ഇപ്പോൾ എൻ്റെ ലേണിംഗ് എന്ന് പറയുന്നത് ഞാൻ എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത്, എന്നെ എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത്, എൻ്റെ ആ ചുറ്റുപാടും കൂടെ തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് എൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത് എന്നാണ് ലേ വൈഗോട്സ്കി പറയുന്നത് തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ അതിനകത്ത് കുറച്ച് ടേമുകൾ നമ്മുടെ വൈഗോട്സ്കി പറയുന്നുണ്ട്. അതാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻ, മോർ നോളേജബിൾ അതർ, സ്കഫോൾഡിങ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇത് വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടി സ്കൂളിലൊന്നും പോകുന്നതിന് മുന്നേ കുട്ടിക്ക് ഉണ്ടാവുന്ന മെൻ്റൽ ഫങ്ഷനാണ് എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പം ഡാൻസ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ എനിക്ക് ഡാൻസിൽ ഉണ്ടാവുന്ന ഒരു എൻ്റെ ഒരു കഴിവുണ്ടല്ലോ, അതിനെയാണ് എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻ എന്ന് പറയുന്നത്.
ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? എന്നെക്കാളും ഡാൻസ് അറിയാവുന്ന ഒരാളടുത്തായിരിക്കും ഞാൻ ഡാൻസ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്നെക്കാളും ഡാൻസ് കളിക്കാൻ അറിയുന്ന ആളാണ് മോർ നോളേജബിൾ അതർ, അല്ലേ? മോർ നോളേജബിൾ അതർ, എന്നെക്കാളും ആ കാര്യത്തിൽ അറിവുള്ള ആൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അയാളുടെ അടുത്ത് പോവും, അല്ലേ? മോർ നോളേജബിൾ അതറിൻ്റെ അടുത്ത് പോവും. ഈ മോർ നോളേജബിൾ അതർ എന്താണ് ചെയ്യുന്നത്? സ്കഫോൾഡിംഗ് ആണ് ചെയ്യുന്നത്. സ്കഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ സഹായിക്കുകയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ മോർ നോളേജബിൾ അതർ, അതായത് എൻ്റെ ഡാൻസ് ടീച്ചർ എന്ത് ചെയ്യുന്നു? എൻ്റെ കൈ പിടിപ്പിച്ച് ശരിയാക്കി നിർത്തുന്നു. അതായത് ഇങ്ങനെയല്ല പിടിക്കേണ്ടത്, ഇങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നു. അതാണ് മോർ നോളേജബിൾ അതർ എന്ന് പറയുന്നത്. അപ്പോൾ മോർ നോളേജബിൾ അതർ എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. ആ സപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ സ്കഫോൾഡിങ്ങും കൂടെ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തനിയെ ഡാൻസ് കളിക്കുന്നു. ഞാൻ ഇനി എൻ്റെ ഡാൻസ് ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ഡാൻസ് ടീച്ചർ എൻ്റെ കൈയൊക്കെ പിടിപ്പിച്ച് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്നു. ഇതിലേത് ഡാൻസ് ആയിരിക്കും നന്നായിട്ട് വരിക? ഈ ഡാൻസ് ടീച്ചർ എന്നെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കളിക്കുന്നതായിരിക്കും, അല്ലേ? അപ്പോൾ എനിക്ക് സ്കഫോൾഡിങ്ങോട് കൂടിയിട്ട്, അല്ലെങ്കിൽ എന്നെക്കാൾ അറിവുള്ള ഒരാളുടെ സഹായത്തോട് കൂടിയിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ലെവലിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ വൈഗോട്സ്കി പറയുന്നത് നമ്മുടെ ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിന് നമ്മുടെ ചുറ്റുപാടും നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലേ? ചുറ്റുപാടെന്ന് പറയുന്ന ആരാണ്? ഈ മോർ നോളേജബിൾ അതർ എന്ന് പറയുന്ന ചുറ്റുപാടാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലേണിംഗ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ലേണിംഗ് നടക്കണമെങ്കിൽ നമ്മളും നമ്മുടെ ചുറ്റുപാടും തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യണം എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വൈഗോട്സ്കിയുടെ തിയറി വരുന്നത്. ഇനി അടുത്തൊരു ലേണിംഗ് തിയറിയാണ് തോൺഡൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി അഥവാ ബോണ്ട് തിയറി എന്ന് പറയുന്നത്. തോൺഡൈക്കിൻ്റെ തിയറിയാണ് തോൺഡൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി അഥവാ ബോണ്ട് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ട്രയൽ ആൻഡ് എറർ തിയറി അഥവാ ബോണ്ട് തിയറി എന്ന് പറയുന്നത് ആരുടെയാണ്? തോൺഡൈക്കിൻ്റെയാണ്. അപ്പോൾ തോൺഡൈക്ക് പറയുന്നത് ലേണിംഗ് ഒക്കർ ത്രൂ ട്രയൽ ആൻഡ് എറർ. നമ്മുടെ ലേണിംഗ് നടക്കുന്നത് ട്രയൽ ആൻഡ് എററിലൂടെയാണ്. ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മളൊരു ലേണിംഗ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് ചെയ്ത് നോക്കും, തെറ്റിപ്പോയി, പിന്നെയും ചെയ്ത് നോക്കും, അങ്ങനെയാണ് നമ്മുടെ ലേണിംഗ് നടക്കുന്നത് എന്നാണ് തോൺഡൈക്ക് പറയുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം തോൺഡൈക്ക് പറയുന്നത് ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട് തോൺഡൈക്ക്. ഈ ഒരു ട്രയൽ ആൻഡ് എറർ തിയറിയിൽ പറയുന്നത് ലേണിങ്ങിന് കുറച്ച് നിയമങ്ങളുണ്ട് അല്ലെങ്കിൽ ലോ ഉണ്ട്. അതിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, പ്രൈമറി ലോയും സെക്കൻഡറി ലോയും. ഇത് തോൺഡൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ പറയുന്ന ലോസ് ഓഫ് ലേണിംഗ് ആണ്. അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് പ്രൈമറി ലോ ആണ്. അപ്പോൾ പ്രൈമറി ലോയിൽ പറയുന്ന 3 ലോകളാണ്. ഒന്നാമത്തേത് ലോ ഓഫ് റെഡിനെസ്. ഒരു കാര്യം പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ ആ കാര്യം പഠിക്കാനുള്ള റെഡിനെസ് നമുക്ക് ഉണ്ടാവണം, അല്ലേ? നമ്മൾ അതിന് റെഡി ആയിരിക്കണം. അതാണ് പ്രൈമറി ലോയിലെ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? ലോ ഓഫ് എക്സസൈസ്. നമ്മൾ റെഡി ആയാൽ മാത്രം മതിയോ? ഇല്ല, നമ്മളത് ചെയ്യണം, അല്ലേ? നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അതാണ് ലോ ഓഫ് എക്സസൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ലോ ഓഫ് എക്സസൈസ്. മൂന്നാമത്തത് ലോ ഓഫ് ഇഫക്റ്റ് ആണ്. അതായത് നമുക്കൊരു കാര്യം പഠിക്കണമെങ്കിൽ അതിനെപ്പോഴും എന്ത് വേണം? ഒരു റിവാർഡ് ഉണ്ടായിരിക്കണം, ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കണം, അല്ലേ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും എന്നുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഇതാണ് പ്രൈമറി ലോയിൽ വരുന്ന 3 ലോ എന്ന് പറയുന്നത്. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ്. ഇത് മൂന്നും എന്താണ്? പ്രൈമറി ലോസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമത്തെ ലോയാണ് സെക്കൻഡറി ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ലോകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ സെക്കൻഡറി ലോയിൽ വരുന്നതാണ് ലോ ഓഫ് പ്രൈമസി. പ്രൈമസി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതാണ് ലോ ഓഫ് പ്രൈമസി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ലോയാണ് ലോ ഓഫ് റീസെൻസി. നമ്മൾ അവസാനം എന്താണോ പഠിച്ചത് അത് നമ്മൾ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതായത് റീസെൻ്റ് എക്സ്പീരിയൻസ് ഒക്കെ എന്താണ് നമ്മുടെ പഠനത്തിനെ ബാധിക്കും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും ബാധിക്കാം. അപ്പോൾ അതാണ് ലോ ഓഫ് റീസെൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ലോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റിമുലസ് ആണ്. അതായത് നമ്മൾ എത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടാണ് സ്റ്റിമുലസ് കൊടുക്കുന്നത്. എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസും? നമ്മൾ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുട്ടിക്ക് സ്റ്റിമുലസ് കൊടുക്കുകയാണ്. അതായത് പല രീതിയിലാവാം സ്റ്റിമുലസ് കൊടുക്കുന്നത്. ചിലപ്പം എന്താണ്, ഇപ്പോൾ ഒരു കാര്യം നീ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, നിനക്ക് എന്താ തോന്നിയത്, അത് കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്ത്, അങ്ങനെയൊക്കെ ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
നമുക്കിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ആ ഒരു പഠനത്തിൻ്റെയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കുട്ടിക്ക് എന്ത് കൊടുക്കാം, സ്റ്റിമുലസ് കൊടുക്കാം. അപ്പം നമ്മുടെ സ്റ്റിമുലസ് എത്രത്തോളം ഇൻറ്റൻസ് ആണോ അതിനനുസരിച്ചായിരിക്കും ആ കുട്ടിയുടെ ലേണിംഗ് നടക്കുന്നത്, അല്ലേ? അപ്പോൾ അതാണ് ലോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റിമുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിമുലസിന് തന്നെ മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ചോദ്യം ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ആൻസേഴ്സ് കിട്ടും, അല്ലേ? അപ്പോൾ മൾട്ടിപ്പിൾ ആൻസറിൽ നിന്ന് ഏതാണ് റൈറ്റ് എന്നുള്ളത് ട്രയൽ ആൻഡ് എററിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു സിറ്റുവേഷന് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മുടെ മനസ്സിലേക്ക് വരും. അവിടെ നമുക്ക് മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഏതാണ് റൈറ്റ് ആയിട്ടുള്ളതെന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു കോഗ്നിഷൻ വെച്ചിട്ട്, നമ്മുടെ ഒരു ചിന്ത വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അപ്പോൾ അതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി ലോ ഓഫ് സെറ്റ് ആറ്റിറ്റ്യൂഡ്, അതായത് നമുക്കൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എന്താണ്? നമുക്കൊരു സെറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എന്താണ്? എനിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല, ഞാൻ മാത്സിൽ വീക്കാണ്, എനിക്ക് മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ DAയും മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഒന്നും ഞാൻ നെറ്റ് എക്സാമിന് എഴുതില്ല, അല്ലെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ വായിക്കാൻ പോകില്ല, കാരണം എനിക്കത് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു സെറ്റ് ആറ്റിറ്റ്യൂഡാണ്. അത് നമ്മുടെ ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യും. എനിക്ക് മാത്സ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ മാത്സ് പഠിക്കാൻ പോകുന്നില്ല, അല്ലേ? അപ്പോൾ അതാണ് ലോ ഓഫ് സെറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്തത് ലോ ഓഫ് അനലജി ആൻഡ് അസിമിലേഷൻ ആണ്. അതായത് കുട്ടികൾ പഠിക്കുമ്പോൾ എപ്പോഴും കമ്പയർ ചെയ്യും, അല്ലേ? അനലജി കമ്പയർ ചെയ്ത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമായിട്ട് അതിനെ അസിമിലേറ്റ് ചെയ്യും, മെർജ് ചെയ്തിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അതാണ് ലോ ഓഫ് അനലജി ആൻഡ് അസിമിലേഷൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തും അതിനെ ചേർത്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അതാണ് ലോ ഓഫ് അനലജി ആൻഡ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ആണ്. ഇറ്റ് ഡിസ്ക്രൈബ് എ പ്രോസസ് വെയർ റെസ്പോൺസ് മേ ഷിഫ്റ്റ് ഫ്രം വൺ സ്റ്റിമുലസ് ടു അനദർ. അതായത് നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റിമുലസിൽ നിന്ന് അടുത്ത സ്റ്റിമുലസിലേക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. അതായത് നമ്മുടെ അസോസിയേഷൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യാം, അത് ഷിഫ്റ്റ് ചെയ്യാം, അങ്ങനെ സംഭവിക്കാം. ഇനി ലോ ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി, അതായത് നമ്മളൊരു കാര്യം ലേൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാം കൂടി ഒന്നിച്ച് പഠിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അതിനെ പാർട്ടാക്കിയിട്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് ലോ ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ലോ ആണ് ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്. അതായത് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണെങ്കിൽ അതിന് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ റെസ്പോൺസ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ സ്റ്റിമുലസ് റെലവൻ്റ് ആണെങ്കിൽ അതിന് എന്താണ് കുറച്ചും കൂടെ നന്നായിട്ട് റെസ്പോൺസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മുടെ സ്റ്റിമുലസ് എന്തല്ല, റെലവൻ്റ് അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കാൻ സാധ്യതയില്ല, റെസ്പോൺസ് കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അത് റെലവൻ്റ് ആണോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പം നമ്മുടെ സ്റ്റിമുലസ് റെലവൻ്റ് ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും അതിന് റെസ്പോൺസ് കൊടുക്കും. ഇനി അതല്ല, നമ്മുടെ സ്റ്റിമുലസ് റെലവൻ്റ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾ പറയുന്ന എല്ലാ കാര്യവും കേൾക്കില്ലല്ലോ, അല്ലേ? അപ്പം നമുക്ക് തരുന്ന സ്റ്റിമുലസ് റെലവൻ്റ് ആണെന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് റെസ്പോൺസ് കൊടുക്കും. അപ്പോൾ അതാണ് ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി അഥവാ ബോണ്ട് തിയറിയിൽ വരുന്ന ലോസ് ആണ്. പ്രൈമറി ലോയും ഉണ്ട്, സെക്കൻഡറി ലോയും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് പ്രൈമറി ലോ എന്ന് പറയുന്ന 3 തരമാണ്: ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ്. പിന്നെ സെക്കൻഡറി ലോ എന്ന് പറയുന്നത് ലോ ഓഫ് പ്രൈമസി, ലോ ഓഫ് റീസൻസി, ലോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റിമുലസ്, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ്, ലോ ഓഫ് സെറ്റ് ആറ്റിറ്റ്യൂഡ്, ലോ ഓഫ് അനലജി ആൻഡ് അസിമിലേഷൻ, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, ലോ ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി, ലോ ഓഫ് പ്രീപൊട്ടൻസി ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ ഇത്രയാണ് സെക്കൻഡറി ലോയിൽ വരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബണ്ടൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയാണ്. ആൽബർട്ട് ബണ്ടൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയാണ്. ഓക്കെ, ആൽബർട്ട് ബണ്ടൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയാണ്. അതിനകത്ത് ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമ്മുടെ ആളുകളും അവരുടെ സ്വഭാവവും അവരുടെ എൻവയൺമെൻറ്റും തമ്മിൽ ഒരു ഇൻറ്ററാക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ
നമ്മുടെ സ്വഭാവം, നമ്മുടെ ചുറ്റുപാട്, ഇത് മൂന്നും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ ആൽബർട്ട് ബണ്ടൂരയുടെ തിയറി, ഇത്രേ പറയുന്നുള്ളൂ. പീപ്പിൾ ലേൺ ബിഹേവിയർ ഫ്രം ദെയർ എൻവയൺമെന്റ്. നമ്മുടെ സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റം ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രം അവർ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ്. എങ്ങനെ? ത്രൂ ഒബ്സർവേഷൻ, ഇമിറ്റേഷൻ ആൻഡ് മോഡലിംഗ്. നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നു, നമ്മൾ അതിനെ മോഡൽ ചെയ്യുന്നു, അല്ലേ? അപ്പൊ ഇതാണ് നമ്മളൊരു സ്വഭാവം പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പല സ്വഭാവം നമ്മൾ പറയില്ലേ, അത് ഇന്ന ആളുടെ കണ്ടിട്ടാണ് നമ്മളത് പഠിച്ചത്, ആ കുട്ടി അത് മറ്റേ ആളുടെ കണ്ടിട്ടാണ് പഠിച്ചത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണമൊക്കെ എന്താണ്? നമ്മുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആൽബർട്ട് ബണ്ടൂര ഈ ഒരു തിയറിയിൽ പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ളതിനെ ഒബ്സർവ് ചെയ്ത്, ഇമിറ്റേറ്റ് ചെയ്ത്, മോഡൽ ചെയ്തിട്ടാണ് നമ്മുടെ പുതിയ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമൊക്കെ വരുന്നത്. അങ്ങനെയാണെന്നാണ് ആൽബർട്ട് ബണ്ടൂര പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറീനെ നമ്മൾ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്നാണ് പറയുക, ആൽബർട്ട് ബണ്ടൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. ഇനി അടുത്തത് കോഗ്നിറ്റീവ് അപ്രന്റിസ്ഷിപ്പ് ആണ്. ഓക്കെ, കോഗ്നിറ്റീവ് അപ്രന്റിസ്ഷിപ്പ്. അപ്പോൾ ആ കോഗ്നിറ്റീവ് അപ്രന്റിസ്ഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കോഗ്നിറ്റീവ് അപ്രന്റിസ്ഷിപ്പ് പറയുന്ന എത്രയേ ഉള്ളൂ, അതായത് ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേണർ അക്വയർ നോളേജ് അണ്ടർ ഗൈഡൻസ് ഓഫ് എൻ എക്സ്പേർട്ട്. അതായത് ഒരു നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കാൻ പോവുകയാണ്, അല്ലേ? അപ്പോൾ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഡാൻസ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഡാൻസിൽ എന്തില്ല, എക്സ്പീരിയൻസ് കുറവാണ്. അപ്പം ഞാൻ ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേണറാണ്, അല്ലേ? ഞാൻ എൻ്റെ നോളേജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ ഗൈഡൻസിലായിരിക്കും? അതിൽ എക്സ്പേർട്ട്, അല്ലേ? ആ ഡാൻസ് നന്നായിട്ട് അറിയുന്ന ആളുടെ അടുത്ത് ഞാൻ പോകുന്നു. അതാണ് കോഗ്നിറ്റീവ് അപ്രന്റിസ്ഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മൾ അപ്രന്റിസ് ആയിട്ടൊക്കെ പോകുന്ന എപ്പോഴാണ്? നമുക്ക് അറിയാവുന്ന, നന്നായിട്ട് ആ ഒരു ഫീൽഡിനെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ആളുകളുടെ അടുത്താണ് നമ്മൾ അപ്രന്റിസ് ആയിട്ട് പോവുക, അല്ലേ? അപ്പോൾ അതാണ് കോഗ്നിറ്റീവ് അപ്രന്റിസ്ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് 6 സ്റ്റേജസ് ആണുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്റ്റേജ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 6 സ്റ്റേജുകളാണ്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മോഡലിംഗ് ആണ്. മോഡലിംഗ് എന്ന് പറയുന്നത് ആ മെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആരുടെ അടുത്താണോ, ഏത് എക്സ്പേർട്ടിൻ്റെ അടുത്താണോ പഠിക്കാൻ പോകുന്നത്, ആ എക്സ്പേർട്ട് എന്ത് ചെയ്യും? നമുക്കത് മോഡൽ ചെയ്ത് കാണിച്ചു തരും, അല്ലേ? അതായത് നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്, മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡാൻസ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? ഡാൻസ് ടീച്ചർ നമുക്ക് ഡാൻസ് കളിച്ച് കാണിച്ചു തരുന്നു. അതാണ് മോഡലിംഗ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? കോച്ചിങ് എന്ന് പറയുന്നത് മെൻറ്റർ എന്ത് ചെയ്യുന്നു? മെൻറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യുന്നു. അതായത് ടീച്ചർ എനിക്ക് ഡാൻസ് കളിച്ച് കാണിച്ചു തരുന്നു. അതാണ് മോഡലിംഗ്. ഇനി ടീച്ചർ എന്ത് ചെയ്യുന്നു? എന്നോട് അതേപോലെ കളിക്കാൻ പറയുന്നു. ഞാൻ ആ കളിക്കുന്നത് ടീച്ചർ നോക്കുകയാണ്. അതാണ് കോച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചറിന് മനസ്സിലായി, ഓക്കെ ഞാൻ കൈ പിടിച്ചതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? സ്കഫോൾഡിങ് ചെയ്യും. സ്കഫോൾഡിങ് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പറയും, ഇതേ കൈ ഇതേ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വന്നിട്ട് എൻ്റെ കൈ പിടിപ്പിച്ചിട്ട് അത് ചെയ്യും. അതാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? ആർട്ടിക്കുലേഷൻ. അപ്പോൾ ടീച്ചർ എന്നെ സ്കഫോൾഡ് ചെയ്തു, അതായത് ഇങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് എന്ത് പറയും? അത് ചെയ്യാൻ പറയും, അല്ലേ? അപ്പം ഞാനത് ആർട്ടിക്കുലേറ്റ് ചെയ്യും. അതായത് ടീച്ചർ സ്കഫോൾഡ് ചെയ്തു, കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു, അങ്ങനെ കൈ പിടിപ്പിച്ചൊക്കെ ചെയ്തു. എന്നിട്ട് ഇനി എന്നോട് പറയും, ഇനി അത് ചെയ്തു നോക്കൂ, ആർട്ടിക്കുലേറ്റ് ചെയ്യൂ. ഞാനത് ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ്, അല്ലേ? ഞാനത് ഡാൻസ് കളിക്കുകയാണ്. അതായത് ടീച്ചർ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുവാണ്? അത് ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാനത് വീണ്ടും ആ പെർഫോമൻസ് ഒന്നും കൂടെ ചെയ്യുവാണ്. ഇനി അടുത്ത സ്റ്റേജാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അസസ് ചെയ്യുവാണ്. എൻ്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ എന്ത് ചെയ്യുവാണ്? അസസ് ചെയ്യുവാണ്, അല്ലേ? ഞാൻ തന്നെ അതിനെ വിലയിരുത്തുവാണ്. അപ്പോൾ അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജാണ് എന്ത്? എക്സ്പ്ലോറേഷൻ. അതായത് ഇപ്പം ഞാൻ ഡാൻസ് ടീച്ചർ എനിക്ക് സ്കഫോൾഡിങ് തന്നു, ഇങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്തു. അതാണ് ആർട്ടിക്കുലേഷൻ. എന്നിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഇനി ഞാൻ എക്സ്പ്ലോർ ചെയ്യും കൂടുതൽ, അല്ലേ? ഇപ്പം നമ്മൾ ഡാൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 5-6 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് തന്നെ കുറേ ഐഡിയകളൊക്കെ വരില്ലേ? അപ്പം നമ്മൾ തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ കുറേ ചെയ്യാൻ നോക്കും. അതാണ് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അതായത് ടീച്ചർ കാണിച്ചു തന്നതിനേക്കാൾ കൂടുതൽ ചില കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പം മറ്റേ പാച്ചാളം ബാസി ചെയ്യുന്ന പോലെ, അതെന്താണ് ഇത് ഞാൻ തന്നെ എന്താണ് കണ്ടുപിടിച്ച 3 രസങ്ങളെന്ന് പറയുന്ന പോലെ ടീച്ചർ പഠിപ്പിക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു തുടങ്ങും? എക്സ്പ്ലോർ ചെയ്തു തുടങ്ങും. അതാണ് 6ാമത്തെ സ്റ്റേജായ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കോഗ്നിറ്റീവ് അപ്രന്റിസ്ഷിപ്പ് എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ്. എൻ്റെ ചിന്തയെ പറ്റിയിട്ട് തന്നെ ഞാൻ ചിന്തിക്കുന്നതിനെയാണ് മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വാട്ട് ഡു ഐ നോ അബൌട്ട് ദിസ് ടോപ്പിക്, എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി എന്തറിയാം, ഏത് സ്ട്രാറ്റജിയാണ് ലാസ്റ്റ് ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ചപ്പോൾ എൻ്റെ ഏത് സ്ട്രാറ്റജിയാണ് വർക്ക് ആയത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മെറ്റാ കോഗ്നിഷൻ ഒരു ഉദാഹരണമാണ്. അതായത് ഞാൻ കഴിഞ്ഞ തവണ ഏത് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്കിത് പഠിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിനെ പറ്റി എനിക്ക് എന്തറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം ചിന്തിക്കുന്നതിനെയാണ് മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ് ആണ് എന്ത് മെറ്റാ കോഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു പ്ലാൻ, മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് വൺസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പെർഫോമൻസ്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസിനെ ഞാൻ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും ഉള്ള എൻ്റെ എബിലിറ്റീനെയാണ് മെറ്റാകോഗ്നിഷൻ എന്ന് പറയുക. എൻ്റെ മനസ്സിലാക്കലിനെ, എൻ്റെ പെർഫോമൻസിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതിനുള്ള എൻ്റെ എബിലിറ്റിക്കാണ് ഞാൻ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി എന്ന് പറയുന്ന ഏരിയയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് കോൾബർഗിൻ്റെ തിയറിയിൽ പറയുന്നത്? കോൾബർഗ് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു മോറൽ, അതായത് നമ്മുടെയൊക്കെ ധാർമ്മികത എന്ന് പറയുന്നത് 3 ലെവലിലൂടെയാണ് അത് ഡെവലപ്പ് ആവുന്നത് എന്നാണ് കോൾബർഗ് പറയുന്നത്. ഓക്കെ, കോൾബർഗ് എന്ന് പറയുന്ന ഒരു തിയറിസ്റ്റാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഓക്കെ, കോൾബർഗ് പറയുന്ന നമ്മുടെയൊക്കെ മൊറാലിറ്റി, നമ്മുടെയൊക്കെ ധാർമ്മികത എന്ന് പറയുന്നത് 3 ലെവലിലൂടെയാണ് ഡെവലപ്പ് ആയിരിക്കുന്നത്. ഇനി ഓരോ ലെവലിനും 2 സ്റ്റേജ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ 6 സ്റ്റേജാണ്, 3 ലെവലും 6 സ്റ്റേജും. ഓക്കെ, അപ്പോൾ ഈ 3 ലെവലിലൂടെ ആയിട്ടാണ് നമ്മുടെയൊക്കെ ധാർമ്മികത വളരുന്നത് എന്നാണ് കോൾബർഗ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തെ ലെവൽ എന്താണ്? പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്നുള്ള ലെവലാണ്. ആ ലെവൽ പറയുന്ന ഒരു കുട്ടി ജനിച്ചത് മുതൽ ആ കുട്ടിക്ക് 9 വയസ്സാകുന്നത് വരെയുള്ള ആ ഒരു ലെവലിനെയാണ് നമ്മൾ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിക്ക് തന്നെ 2 സ്റ്റേജ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻ്റ് ആണ്. അതായത് ഒരു ജനിച്ചത് മുതൽ ഒരു 9 വയസ്സ് വരെയുള്ള കുട്ടിയെ സംബന്ധിച്ച് ശരി തെറ്റ് എന്നൊക്കെ പറയുന്നത് കുട്ടി മനസ്സിലാക്കിയിട്ടായിരിക്കില്ല. അതായത് കുട്ടി എന്താ വിചാരിക്കുന്നത്? ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ കുട്ടി വിചാരിക്കുന്നു, എന്താണ്, എനിക്ക് അടി കിട്ടി, അപ്പോൾ ഞാൻ എന്താണ്, അത് ചെയ്ത തെറ്റാണ്, അപ്പോൾ ഇനി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പണിഷ്മെൻറ്റ് കിട്ടും, അതുകൊണ്ട് ഞാനത് അനുസരിക്കണം എന്നുള്ള അർത്ഥത്തിലായിരിക്കും കുട്ടി തെറ്റ് ശരി എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അതായത് ഒരു കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യില്ല, കാരണം കുട്ടിക്ക് അറിയാം അത് ചെയ്തു കഴിഞ്ഞാൽ അടി കിട്ടും. അതല്ലാതെ അത് ചെയ്യുന്നത് ധാർമ്മികമായിട്ട് തെറ്റാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റേജിൽ പറയുന്നത്. കുട്ടി ധാർമ്മികതയെ മനസ്സിലാക്കുന്നത് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റിൻ്റെ ആ ഒരു ലെവലിൽ നിന്നിട്ടായിരിക്കും. ഓക്കെ, ഇനി പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ലെവലിലെ രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. ഇത് കുട്ടി കുറച്ചും കൂടെ മുതിർന്നു കഴിയുമ്പോൾ കുട്ടി എന്താവും? കുട്ടി ഡിമാൻഡ് ചെയ്തു തുടങ്ങും. അതായത് കുട്ടി എന്ത് ചിന്തിക്കാൻ തുടങ്ങും? ഓക്കെ, എന്നോട് ആ കുട്ടി നല്ല രീതിയിലാണ്, അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോടും തിരിച്ച് നല്ല രീതിയിലായിരിക്കും. അതായത് എൻ്റെ അടുത്ത് നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചും എന്ത് ചെയ്യും? നന്നായിട്ട് നിൽക്കും. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് മൊറാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്തും പറയും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ധാർമ്മികത എന്ന് പറയുന്നത് എനിക്ക് എന്താണോ കിട്ടുന്നത് അത് ഞാൻ തിരിച്ചു കൊടുക്കും എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയിൽ വരുന്ന 2 സ്റ്റേജുകൾ. ഒന്നാമത്തെ ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻ്റ് ആണ്, രണ്ടാമത്തത് എന്താണ്? ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. കോൾബർഗിൻ്റെ തിയറിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മോറൽ ഡെവലപ്മെൻറ്റ് തിയറി. ഓക്കെ, ഇനി രണ്ടാമത്തെ ലെവലിൽ പറയുന്നത് എന്താണ്? കൺവെൻഷണൽ മൊറാലിറ്റി. ഇത് ഏത് കാലം മുതൽ ഏത് കാലം വരെയാണ്? അതായത് ഏർലി അഡോളസൻസ് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു ലെവലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ 2 സ്റ്റേജാണുള്ളത്. ഏതൊക്കെയാണ് 2 സ്റ്റേജ്? ഒന്നാമത്തെ സ്റ്റേജ് ഡെവലപ്പിംഗ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് ഇവിടെ കുട്ടി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? അതായത് എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നന്നായിട്ട് നിൽക്കണം, അല്ലേ? അതുകൊണ്ട് മാത്രം ഞാൻ മോറലായിട്ടിരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കളെ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നന്നായിട്ട് പെരുമാറും. അപ്പോൾ അതാണ്
മൂന്നാമത്തെ സ്റ്റേജിൽ പറയുന്നത് ഡെവലപ്പിംഗ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പെരുമാറുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എനിക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് മൊറാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏത് ലെവലിലാണ്? കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന സ്റ്റേജിൽ. ഇനി നാലാമത്തെ സ്റ്റേജ് എന്താണ്? മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. അതായത് ഞാൻ ചിലപ്പോൾ നന്നായിട്ട് പെരുമാറുന്നത് എന്തിനായിരിക്കും? ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും. അതായത് ഇപ്പം എനിക്കറിയാം, ഇപ്പം ഞാൻ മുതിർന്നല്ലോ, അതായത് അഡോളസൻസ് മുതൽ അഡൽട്ട്ഹുഡ് വരെയുള്ള ഒരു കാലയളവാണ്. അപ്പോൾ എനിക്കറിയാം ഞാൻ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ വീട്ടിലിരിക്കുന്നത് പോലെ എനിക്ക് ക്ലാസ് റൂമിനകത്ത് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്കൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇവിടെ സോഷ്യൽ ഓർഡർ പാലിക്കണം എന്നുള്ള ആ ഒരു അറിവൊക്കെ എനിക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റേജിനെയാണ് മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ മൊറാലിറ്റി കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ പെരുമാറുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ലെവലിൽ 2 സ്റ്റേജുകൾ നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തെ ലെവൽ എന്താണ്? പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. അതായത് നമ്മൾ പ്രായമായി കഴിയുമ്പോൾ അഡൽട്ടായിട്ടുള്ള ആളുകളുടെ ഇടയിലുണ്ടാവുന്ന ഒരു സ്റ്റേജാണിത്, ഒരു ലെവലാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് 2 സ്റ്റേജുകളാണ് വരുന്നത്: സോഷ്യൽ കോണ്ടാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്. അതായത് ഇവിടെയാണ് നമ്മൾ ഇതെൻ്റെ ഇൻഡിവിജ്വൽ റൈറ്റ് ആണ് എന്നുള്ള തിരിച്ചറിവിലേക്കൊക്കെ എത്തുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൊറാലിറ്റി മനസ്സിലാക്കുന്നതാണ് 5ാമത്തെ സ്റ്റേജ്. ഇനി 6ാമത്തെ സ്റ്റേജ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് അല്ലേ. നമ്മൾ ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളൊക്കെ ഉണ്ട്. അതായത് ഇതൊക്കെയാണ് ശരി, ഇതൊക്കെയാണ് തെറ്റ്, ഇതൊക്കെ ധാർമ്മികതയാണ്, ഇതൊക്കെ അധാർമികതയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചും നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞതിൻ്റെ പുറത്ത് നമ്മൾ അത് മനസ്സിലാക്കി ഇപ്പോൾ ഇത് തെറ്റാണ്, ഇത് ശരിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി എടുക്കുന്നതാണ് 6ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എഡ്വേർഡ് ഡി ബോണോയുടെ 6 തിങ്കിങ് ഹാറ്റ്സ് അപ്രോച്ച് എന്ന് പറയുന്ന ഏരിയയാണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മളൊരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ നമ്മൾ നോക്കിക്കാണുന്ന 6 വഴികളെയാണ് എഡ്വേർഡ് ഡി ബോണോ 6 തിങ്കിങ് ഹാറ്റ്സ് അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ 6 ഹാറ്റുകൾ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എഡ്വേർഡ് ഡി ബോണോയുടെ 6 തിങ്കിങ് ഹാറ്റ്സ് അപ്രോച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് വൈറ്റ് ഹാറ്റാണ്. വൈറ്റ് ഹാറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം വന്നു, അപ്പോൾ നമ്മൾ വൈറ്റ് ഹാറ്റ് വെച്ചിട്ടാണ് നമ്മളത് സോൾവ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? നമുക്ക് ആ വന്നിട്ടുള്ള പ്രോബ്ലത്തിനെ പറ്റി മാക്സിമം ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യും. അതാണ് വൈറ്റ് ഹാറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് യെല്ലോ ഹാറ്റ് ആണെങ്കിലോ, നമ്മൾ ബ്രൈറ്റ്നെസ് ആൻഡ് ഒപ്റ്റിമിസം ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു യെല്ലോ ഹാറ്റ് പെർസ്പെക്റ്റീവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു പ്രശ്നം വന്നു, കുഴപ്പമില്ല, നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക, ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട്. ഓക്കെ, ഈ പ്രശ്നം വന്നു, ഓക്കെ നമുക്കിത് സോൾവ് ചെയ്യാം, ഇതിപ്പോൾ എല്ലാവർക്കും വരുന്നത് തന്നെയല്ലേ, എനിക്ക് മാത്രമായിട്ട് വന്നോന്നല്ലല്ലോ എന്നൊക്കെയുള്ള ആ രീതിയിലാണ് ആ പ്രശ്നത്തിന് നോക്കി കാണുന്നതെങ്കിൽ അത് യെല്ലോ ഹാറ്റാണ്, ബ്രൈറ്റ്നെസ് ആൻഡ് ഒപ്റ്റിമിസം. ഇനി ബ്ലാക്ക് ഹാറ്റ് ആണെങ്കിലോ, അവിടെ നമ്മൾ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ബ്ലാക്ക് ഹാറ്റ് പെർസ്പെക്റ്റീവിലാണ് നമ്മളൊരു പ്രശ്നത്തെ നോക്കി കാണുന്നതെങ്കിൽ, ഇപ്പം ഞാനൊരു പ്രശ്നം വന്നു, ബ്ലാക്ക് ഹാറ്റാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ കാര്യങ്ങൾ നോക്കി കാണുന്നത്? ഞാൻ ആലോചിക്കും ഓക്കെ ഇനിയിപ്പോൾ ഇത് വന്നു, ഇനി ഇതിൻ്റെ പുറകിൽ ഇന്ന കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഇന്ന റിസ്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ആ കാര്യത്തിനെ നോക്കി കാണുന്നത് ഏത് ഹാറ്റ് ഇടുമ്പോഴായിരിക്കും? ബ്ലാക്ക് ഹാറ്റ്. ഓക്കെ, അതായത് റിസ്ക് മാനേജ്മെൻ്റ് ആണ് അവിടെ വരുന്നത്. അടുത്തത് റെഡ് ഹാറ്റ് ആണ്. റെഡ് ഹാറ്റ് ആണെങ്കിൽ ഫീലിങ്സ് ആൻഡ് ഇൻസ്റ്റിങ്സ് ആണ്. അതായത് ഇപ്പോൾ ഞാനൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് ചില ഫീലിങ്സ് അല്ലെങ്കിൽ എനിക്ക് ചില ഇൻസ്റ്റിങ്ക്റ്റ് ഒക്കെ വരും. അതായത് ഇതങ്ങ് ചെയ്താൽ ശരിയാവുമായിരിക്കും, നമുക്ക് ഉള്ളിൽ നിന്നൊരു തോന്നൽ വരില്ല, ഇത് ചെയ്താൽ എൻ്റെ ഓക്കെ ആവും. ആ രീതിയിൽ നമ്മൾ പോകുന്നതിനെയാണ് റെഡ് ഹാറ്റ് എന്ന് പറയാം. ഇനി ഗ്രീൻ ഹാറ്റ് ആണെങ്കിലോ, ക്രിയേറ്റിവിറ്റി, ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ന്യൂ ഐഡിയ. ഗ്രീൻ ഹാറ്റ് ആണെങ്കിൽ ഓക്കെ ഇങ്ങനൊരു പ്രശ്നം വന്നു, പകരം എനിക്ക് എന്ത് ചെയ്യാം? ഇത് ചെയ്യാലോ, ഞാൻ ഓൾട്ടർനേറ്റീവ് കണ്ടെത്തുവാണ്. ഓക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ തെറ്റിപ്പോവും, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, ഇത് വെച്ച് ചെയ്ത് നോക്കാം, പുതിയ ഐഡിയകൾ കൊണ്ടുവരിക, ഓൾട്ടർനേറ്റീവ്സ് പകരം വേറെ എന്തെങ്കിലും കൊണ്ടുവരിക, കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുക. അതൊക്കെയാണ് ഗ്രീൻ ഹാറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി 6ാമത്തെ ഹാറ്റായ ബ്ലൂ ഹാറ്റ് എന്താ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ 5 ഹാറ്റിനെയും എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് കൺട്രോൾ മെക്കാനിസമാണ് ബ്ലൂ ഹാറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എഡ്വേർഡ് ഡി ബോണോയുടെ 6 തിങ്കിങ് ഹാറ്റ്സ് അപ്രോച്ചിൽ വരുന്നത്. ഇതൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്.
ഇനി അടുത്തതായിട്ട് പിയാജെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, പിയാജെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് പിയാജെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? അതായത് ഒരു കുട്ടിയുടെ കോഗ്നീഷൻ, ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ച നടക്കുന്നതിൻ്റെ വിവിധ സ്റ്റേജുകളാണ് പിയാജെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ പിയാജെയുടെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ചയുടെ സ്റ്റേജുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ചയുടെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ഏത് കാലയളവ് മുതൽ ഏത് കാലയളവ് വരെയാണ്? ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയുള്ള കാലയളവാണ് നമുക്ക് സെൻസറി മോട്ടോർ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടി ജനിച്ചത് മുതൽ 2 വയസ്സ് വരെ കുട്ടിയുടെ എന്തായിരിക്കും കൂടുതൽ ഡെവലപ്പ് ആവുന്നത്? കുട്ടിയുടെ ശാരീരിക വളർച്ചയായിരിക്കും അല്ലേ? അതായത് കുട്ടിയുടെ കൈയും കാലും നന്നായിട്ട് വളരുന്നു, കുട്ടി കമിഴ്ന്ന് വീഴുന്നു, പിന്നെ കുട്ടി മുട്ടിലെഴയാൻ തുടങ്ങുന്നു, കുട്ടി എഴുന്നേറ്റിരിക്കുന്നു, പിന്നെ കുട്ടി എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നു അല്ലേ, കുട്ടി പിടിച്ചു നിൽക്കുന്നു, കുട്ടി നടന്നു തുടങ്ങുന്നു. ഇതൊക്കെ നടക്കുന്നത് ഒരു 2 വയസ്സ് വരെയുള്ള കാലയളവിലാണ് അല്ലേ. അപ്പോൾ 2 വയസ്സ് വരെയുള്ളൊരു കാലയളവ് എന്ന് പറയുന്നത് സെൻസും അതുപോലെ തന്നെ മോട്ടോർ ആക്ഷൻസും ആണ് കൂടുതൽ ഡെവലപ്പ് ആവുന്നത്. മോട്ടോർ ആക്ഷൻസ് എന്ന് പറയുന്ന കുട്ടിയുടെ എന്താണ്? മോട്ടോർ എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് അല്ലേ, അതായിരിക്കും കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. അതുപോലെ തന്നെ കുട്ടിയുടെ സെൻസ് ഒക്കെ വളരുന്നത് ഈ ഒരു കാലയളവിലാണ്. അപ്പോൾ അതാണ് 0 to 2 years എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഇതെല്ലാം പറഞ്ഞ ആരാണ്? പിയാജെ ആണ്. ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ചയെ പറ്റിയിട്ടാണ്. അപ്പോൾ 2 വയസ്സ് വരെ ബുദ്ധിയല്ല വളരുന്നത്, കുട്ടിയുടെ ശരീരവും കുട്ടിയുടെ ശരീര ചലനങ്ങളുമാണ് വളരുന്നത്. ഇനി അടുത്തതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രീ ഓപ്പറേഷണൽ. നേരത്തെ നമ്മൾ സെൻസറി പറഞ്ഞു, രണ്ടാമത്തത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ എന്തൊക്കെയാണ്? കുട്ടി സിംബോളിക് തോട്ട്സ് ആൻഡ് ലാംഗ്വേജസ്, അതായത് കുട്ടി ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കാൻ പഠിക്കുന്നത് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലയളവിലാണ്. അടുത്തത് 7 to 11 വയസ്സ് വരെയുള്ള കാലയളവാണ്. അതിന് നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് പറയാം. കുട്ടി പ്രോബ്ലം സോൾവിംഗ് ഒക്കെ ചെയ്തു തുടങ്ങുന്നതാണ്. മറ്റേത് കുട്ടി ഭാഷയൊക്കെ പഠിക്കുന്നു ഒരു 2 മുതൽ 7 വയസ്സ് വരെ അല്ലേ. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലയളവിൽ കുട്ടി തനിയെ കുട്ടിയുടെ ചുറ്റുപാടും കുട്ടി നേരിടുന്ന ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ തനിയെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. 7 മുതൽ 11 വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്തത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 11 മുതൽ അഡൽട്ട്ഹുഡ് വരെ. ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, അഡോളസെന്റിൽ വരുന്ന അല്ലെങ്കിൽ ടീനേജിൽ വരുന്ന ഒരു കുട്ടി പിയാജെയുടെ ഏത് സ്റ്റേജിലാണ് വരിക എന്നുള്ളതാണ്. ഏത് സ്റ്റേജ് ആയിരിക്കും ഫോർമൽ ഓപ്പറേഷണൽ? ടീനേജ് എന്ന് പറയുന്നത് 13നും 19നും ഇടയിൽ പ്രായമുള്ള കുട്ടിയാണ് അല്ലേ. അപ്പോൾ 13 എന്ന് പറയുമ്പോൾ എവിടെയാണ് വരിക? 11 to അഡൽട്ട്ഹുഡിലല്ലേ വരിക. അപ്പോൾ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലേ. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് കുട്ടി ചെറിയ പ്രോബ്ലംസ് ഒക്കെയാണ് പ്രീ ഓപ്പറേഷണലിൽ കോൺക്രീറ്റ് ഓപ്പറേഷണലിൽ വരുന്നത്. ഫോമൽ ഓപ്പറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും കുട്ടി കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കും. അതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന്, ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, 11 മുതൽ അഡൽട്ട്ഹുഡ് വരെ. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്യാറില്ലേ, അതിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കോപ്പറേറ്റീവ് ലേണിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിനകത്ത് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് പോസിറ്റീവ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ് അല്ലേ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ്ലി ഇൻ്റർ ഡിപ്പെൻഡ് ചെയ്യണം അല്ലേ. ഇപ്പോൾ നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇന്ന ടോപ്പിക്ക് ഞാൻ പഠിച്ചിട്ട് വരാം, ആ ടോപ്പിക്ക് നീ പഠിക്കുമോ, അങ്ങനെ ഒരു പോസിറ്റീവ് ഇൻ്റർ ഡിപ്പെൻഡൻസ് കോപ്പറേറ്റീവ് ലേണിങ്ങിന് അനിവാര്യമാണ്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ എന്താണ്? ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി ആണ്. ഓരോ ഇൻഡിവിജ്വലും അക്കൗണ്ടബിൾ ആയിരിക്കണം ഒരു കോപ്പറേറ്റീവ് ലേണിങ്ങിൽ. അതായത് ഓരോ ഇൻഡിവിജ്വലും പഠിക്കുന്ന കാര്യം കൃത്യമായിരിക്കണം അല്ലേ. എന്നാലല്ലേ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന ടോപ്പിക്ക് പഠിച്ചിട്ട് വരാം, ഞാൻ ഇന്ന ടോപ്പിക്ക് പഠിച്ചിട്ട് വരാം. നിങ്ങൾ കറക്റ്റായിട്ട് അത് പഠിച്ചാലല്ലേ എനിക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പഠിച്ചാലാണ് നിങ്ങളെ പഠിപ്പിച്ച് വരുമ്പോൾ നിങ്ങൾക്കും അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും എന്തായിരിക്കണം? അക്കൗണ്ടബിൾ ആയിരിക്കണം. അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ടായിരിക്കണം ഓരോ ഇൻഡിവിജ്വലും പഠിച്ചിട്ടുണ്ടാവേണ്ടത് അല്ലേ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ആ കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ലേണിംഗ് എന്താവുള്ളൂ, ഇഫക്റ്റീവ് ആവുള്ളൂ. ഇനി ഗ്രൂപ്പ് പ്രോസസ്സിങ് അല്ലേ. കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിനെ ഗ്രൂപ്പായിട്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. നാലാമത്തെ എന്തായിരിക്കും? ഇൻ്റർ പേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ്. അതായത്
ഇൻ്റർപേഴ്സണൽ സോഷ്യൽ സ്കില്ലൊക്കെ നന്നായിട്ട് ഉണ്ടാവണം. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള ഒരു കോംബോ അല്ലെങ്കിൽ ഒരു നല്ല റാപ്പോ ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇൻ്റർപേഴ്സണൽ സോഷ്യൽ സ്കില്ലുകളൊക്കെ നല്ല രീതിയിൽ വേണം, എന്നാലാണ് കോപ്പറേറ്റീവ് ലേണിംഗ് സാധ്യമാവുള്ളൂ. പിന്നെ പ്രൊമോഷൻ ഇൻ്ററാക്ഷൻ, അതായത് നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യണം, അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ കോപ്പറേറ്റീവ് ലേണിംഗ് സാധ്യമാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രൊമോട്ടീവ് ആയിട്ടുള്ള ഇൻ്ററാക്ഷൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻ്ററാക്ഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെ 5 ഫീച്ചേഴ്സാണ് നമ്മളിവിടെ നോക്കിയത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ആണ്. ഇതിനകത്ത് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ അഥവാ പ്രീ ഇവാലുവേഷൻ ഓർ ഇനീഷ്യൽ ഇവാലുവേഷൻ. അപ്പം പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഏതോ ഒരു കാര്യത്തിന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? എൻട്രി ലെവൽ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് ഈ ഒരു കാര്യത്തിന് ഇയാൾ എലിജിബിൾ ആണോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എൻട്രൻസ് എക്സാം ഒക്കെ, അതായത് MBBS പഠിക്കാൻ ഇയാൾ എലിജിബിൾ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിരിക്കും? പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ ആയിരിക്കും. അപ്പോൾ അത് എപ്പോഴായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്? കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ബിഫോർ ബിഗിനിങ് ഓഫ് ദി കോഴ്സ്. അതാണ് ടൈം. ഏതൊക്കെ ഡൊമെയിൻ ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്? കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ ആൻഡ് അഫക്റ്റീവ് ഡൊമെയിനുകൾ ഇവാലുവേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എല്ലാം ഉള്ളതുകൊണ്ട് 2 ടെക്നിക്കും ഇവാലുവേഷന് വേണ്ടി ഉപയോഗിക്കേണ്ട വരും, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. അതായത് കോഗ്നിറ്റീവും സൈക്കോമോട്ടോറും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് ഉപയോഗിക്കുക. അഫക്റ്റീവിന് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ക്വാളിറ്റേറ്റീവാണ് ഉപയോഗിക്കുക. അപ്പോൾ കോഗ്നിറ്റീവും സൈക്കോമോട്ടോറും അഫക്റ്റീവും ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന 2 ഇവാലുവേഷൻ ടെക്നിക്കും ഉപയോഗിക്കും, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഉപയോഗിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഏത് തരത്തിലുള്ളതായിരിക്കും? ഒന്നില്ലെങ്കിൽ സിലക്റ്റഡ് അല്ലെങ്കിൽ റിജക്റ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ പറയുന്ന 2 ടെക്നിക്കും ഇവാലുവേഷൻ ഉപയോഗിക്കും, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. കാരണം ക്വാണ്ടിറ്റേറ്റീവ് വെച്ചിട്ടാണ് നമ്മൾ കോഗ്നിറ്റീവും സൈക്കോമോട്ടോറും ചെക്ക് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അഫക്റ്റീവ് ഡൊമെയിന് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന 2 ഡൊമെയിനുകളും എന്ത് ചെയ്യപ്പെടും? 3 ഡൊമെയിനുകളും നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ 2 ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് മെത്തേഡും നമ്മൾ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ള കാര്യവും ഓർക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവാലുവേഷൻ ടെക്നിക്കുകളാണ്. അപ്പോൾ പലതരത്തിലുള്ള ഇവാലുവേഷൻ നമുക്ക് നടക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടിയെ കാര്യങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും അല്ലേ, നമ്മൾ ഇവാലുവേഷൻ പോവും അല്ലേ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് ഉള്ളതെന്ന്. ഓക്കെ, ഇപ്പോൾ 2ാമത്തെ തരം ഇവാലുവേഷൻ ആണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ അഥവാ ഇന്റേണൽ ഇവാലുവേഷൻ. നമ്മൾ ഇന്റേണൽ എക്സാംസ് ഒക്കെ എപ്പോഴാണ് നടത്തുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നടത്തുന്നത്? അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാം ഇടയിൽ, നമ്മളിപ്പോൾ ഒരു സെമസ്റ്ററിൻ്റെ ഇടയിൽ നമ്മൾ ഒരു സെമസ്റ്റർ തീരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്താണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തുവാണ്, അല്ലെങ്കിൽ ഇന്റേണൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുവാണ്. എന്തായിരിക്കും അതിൻ്റെ പേർപ്പസ്, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ആവശ്യകത? എന്താണ്? ടീച്ചിങ് ലേണിങ്ങിലുള്ള പ്രശ്നങ്ങളെ കണ്ടെത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമേറ്റീവ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ്? ടീച്ചിങ് ലേണിങ്ങിൽ, അതായത് നമ്മൾ എല്ലാം കഴിഞ്ഞ സെമസ്റ്റർ എൻഡിൽ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഇൻറ്റേർണൽ എക്സാംസ് നമ്മളെ ഇടയിൽ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റേർണൽ എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ ടീച്ചർക്ക് മനസ്സിലാവും, ഓക്കെ കുട്ടികൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ ടീച്ചർക്ക് അത് പരിഹരിക്കാനുള്ള സമയം കൂടെ കിട്ടും. അപ്പോൾ അതാണ് ഇൻറ്റേർണൽ അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ടീച്ചിങ് ലേണിങ്ങിലെ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. അപ്പോൾ ഏത് സമയത്തായിരിക്കും ഈ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമ്മൾ നടത്തുന്നത്? കോഴ്സ് കഴിഞ്ഞിട്ട് നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല, പ്രശ്നങ്ങൾ കണ്ടെത്താനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കോഴ്സിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ഈ ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ ഡൊമെയിൻസ് ആയിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഫോർമേറ്റീവ് ഇവാലുവേഷനിൽ നമ്മൾ കോഗ്നിറ്റീവ്, സൈക്കോമോട്ടോർ എന്നീ പറയുന്ന 2 ഡൊമെയിനുകളായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 4ാമത്തത് ടെക്നീക്ക് ഓഫ് ഇവാലുവേഷൻ ആണ്. ഏത് ഇവാലുവേഷൻ ടെക്നീക്ക് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാമെന്ന്? ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയാൻ കാരണം
സൈക്കോമോട്ടോറും കോഗ്നിറ്റീവും മാത്രമാണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിൽ. ഇപ്പോൾ അഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് വരും അല്ലേ. അഫക്റ്റീവ് എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് അത് ബാധിച്ചതെന്ന് പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അഫക്റ്റീവ് വരുമ്പോൾ ക്വാളിറ്റേറ്റീവും കൂടെ വരും. ഇവിടെ അഫക്റ്റീവ് ഇല്ലാത്തതുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്കായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി റിപ്പോർട്ട് ഏത് തരത്തിലായിരിക്കും? നമ്മളിപ്പോൾ ഒരു ഇന്റേണൽ എക്സാം നടത്തി കഴിയുമ്പോൾ നമുക്ക് ഗ്രേഡ് ഒന്നും കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നോട്ട് ഗ്രേഡഡ് എന്നുള്ളതായിരിക്കും റിപ്പോർട്ട് കാർഡ്. അതായത് നമുക്ക് ഇന്റേണൽ ഇവാലുവേഷൻ വഴി നമുക്കൊരു പ്രോഗ്രസ് കാർഡോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്കിപ്പം എക്സ്റ്റേണൽ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മാർക്ക് ലിസ്റ്റ് ഒക്കെ കിട്ടുന്നത്. അതുപോലത്തെ ഒരു മാർക്ക് ലിസ്റ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഫോർമേറ്റീവ് ഇവാലുവേഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്തായിരിക്കും, അതിന്റെ റിപ്പോർട്ട് എന്തായിരിക്കും, നോട്ട് ഗ്രേഡഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ അടുത്തൊരു ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സമ്മേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് എന്ന് പറയുന്ന സെമസ്റ്ററിൻ്റെ എൻഡിലൊക്കെ നടത്തുന്നതാണ്. എന്തായിരിക്കും പർപ്പസ്? നമ്മളൊരു സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഒബ്ജക്റ്റീവ് ഒക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ. നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ കുട്ടി ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ സംഭവങ്ങളൊക്കെ കുട്ടി മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് സമയത്തായിരിക്കും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അറ്റ് ദി എൻഡ് ഓഫ് ദി കോഴ്സ്. ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതെന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഒരു കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേയും ഒരു കോഴ്സ് കഴിയുമ്പോഴും 3 ഡൊമെയിനുകളും എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ഡൊമെയിനുകളായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്? കോഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ. അപ്പോൾ ഏതൊക്കെ ടെക്നിക്കുകൾ ഉപയോഗിക്കും? അവിടെ അഫക്റ്റീവും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ക്വാളിറ്റേറ്റീവും കൂടെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവ് ടെക്നിക്കുകൾ നമ്മൾ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നുള്ള കാര്യം ഓർക്കാം. ഇനി റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്, എക്സ്റ്റേണൽ ഇവാലുവേഷൻ ആണ്, നമ്മുടെ സെമസ്റ്റർ എൻഡിൽ നടത്തുന്ന ഇവാലുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിപ്പോർട്ട് എന്തായിരിക്കും, ഗ്രേഡഡ് ആയിരിക്കും. അപ്പോൾ സമ്മേറ്റീവ് ഇവാലുവേഷൻ അഥവാ എക്സ്റ്റേണൽ ഇവാലുവേഷൻ്റെ റിപ്പോർട്ട് എന്ത് തരത്തിലുള്ളതായിരിക്കും, ഗ്രേഡഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. ഡയഗ്നോസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? നമ്മളൊരു പ്രോബ്ലം, അതായത് നമ്മളിപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടീച്ചിങ് ലേണിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു ഇന്റേണൽ എക്സാം കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഇന്റേണൽ എക്സാം കണ്ടക്ട് ചെയ്തപ്പോൾ ഒരു 40 പേരുള്ള ക്ലാസ്സാണ്. അതിനകത്ത് ഒരു 12 പേര് 0 മാർക്ക് കിട്ടി. ഓക്കെ, 12 പേർക്ക് 0 മാർക്ക് കിട്ടി. അവരൊന്നും എഴുതി വെച്ചിട്ടില്ല പേപ്പറിനകത്ത്. അപ്പം ഞാൻ ഈ ഇന്റേണൽ എക്സാം കണ്ടക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ പേപ്പറിലൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പം ഞാൻ ആലോചിക്കും, ഓക്കെ, എന്താണ് ഇവർക്ക് പറ്റിയത്, എന്തുകൊണ്ടായിരിക്കും ഇവരൊന്നും എഴുതാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്തിട്ട് എനിക്ക് 12 പേര് ഒന്നും എഴുതിയിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ 12 പേരെ അങ്ങ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ 12 പേർക്കായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു ഇവാലുവേഷൻ നടത്തും, അല്ലെങ്കിൽ സെപ്പറേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യും. അതിനകത്ത് ബാക്കിയുള്ളവരൊന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അവരൊക്കെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇനി പ്രശ്നമുള്ള 12 പേർക്ക് ഞാൻ എന്ത് ചെയ്യും, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യും. അതായത് എന്താണ് ഡയഗ്നോസ്റ്റിക്? എനിക്ക് ഡയഗ്നോസ് ചെയ്യണം, എനിക്ക് കണ്ടെത്തണം എന്താണ് ഇവരുടെ പ്രശ്നം എന്ന്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ്റെ പർപ്പസ് എന്താണ്? പ്രൊവൈഡ് എക്സ്പ്ലനേഷൻ ഫോർ ദി പോസിബിൾ കോസസ് ഫോർ ദി പ്രോബ്ലം. അപ്പോൾ പ്രശ്നത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുന്നത്? ഡ്യൂറിങ് ദ കോഴ്സ്. ഉറപ്പായിട്ടും കോഴ്സിൻ്റെ ഇടയിലല്ലേ ഇത് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. കാരണം കോഴ്സിൻ്റെ ഇടയിൽ കണ്ടക്ട് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. കാരണം പ്രശ്നം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ കൊടുത്താലല്ലേ സെമസ്റ്റർ എക്സാമിൽ അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ നടത്തുമ്പോൾ ആ കുട്ടിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈം എപ്പോഴും എന്തായിരിക്കും, ഡ്യൂറിങ് ദി കോഴ്സ് ആയിരിക്കും. ഇനി ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആയതുകൊണ്ട് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഏത് ഡൊമെയിനായിരിക്കും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്? അഫക്റ്റീവ് ഡൊമെയിൻ മാത്രമായിരിക്കും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ,
അടുത്തത് എന്ത് ടെക്നീക്കായിരിക്കും ഉപയോഗിക്കുന്നത്? അഫക്റ്റീവ് ആയതുകൊണ്ട് ക്വാളിറ്റേറ്റീവ് ടെക്നീക്കായിരിക്കും നമ്മൾ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി റിപ്പോർട്ട് കാർഡ് എത്തരത്തിലുള്ളതായിരിക്കും? അനക്ഡോട്ടൽ എന്ന് പറയാൻ കാരണം നമ്മളിങ്ങനെ ജസ്റ്റ് മാർക്കോ ഗ്രേഡോ അത് മാത്രം എഴുതി വെക്കുന്ന പരിപാടിയല്ല അല്ലേ. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഈ മാർക്ക് കുറഞ്ഞു പോയത് എന്നൊക്കെ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും? അനക്ഡോട്ടൽ റിപ്പോർട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ റിപ്പോർട്ടായിട്ട് നമ്മൾ അല്ലെങ്കിൽ കൊടുക്കുന്നത് അല്ലേ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ്റെ. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റുകൾ നോക്കാം. അസസ്മെൻ്റ് എന്ന് പറയുന്നതും ഇവാലുവേഷൻ എന്ന് പറയുന്നതും മോറോർലെസ് സിമിലർ ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും കാണാൻ പറ്റുന്ന തരത്തിലുള്ള 2-3 അസസ്മെൻറ്റുകളാണ്, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഒതൻറ്റിക് അസസ്മെൻ്റ് ആണ്. ഒതൻറ്റിക് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ അതിൻ്റെ റിയൽ ലൈഫ് സെറ്റിങ്ങിൽ കുട്ടീനെ അസസ് ചെയ്യുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടി അതിൻ്റെ റിയൽ ലൈഫ് സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സെറ്റിംഗ് അല്ല. അപ്പോൾ ഒരു കുട്ടീനെ എക്സാമിന് കൊണ്ടുപോയിട്ട് ഇരുത്തുമ്പോൾ അത് റിയൽ ലൈഫ് സെറ്റിംഗ് അല്ല. അതേസമയം ആ കുട്ടി ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടീനെ നമ്മൾ അസസ് ചെയ്യുവാണെങ്കിൽ അതെന്തായിരിക്കും? ഒതൻറ്റിക് അസസ്മെൻ്റ് ആയിരിക്കും. അതായത് റിയൽ ലൈഫ് സെറ്റിങ്ങിൽ വെച്ചിട്ട് ആ കുട്ടീനെ അസസ് ചെയ്യുന്നതാണ് ഒതൻറ്റിക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള അസസ്മെൻ്റ് ആയിട്ട് പറയാം ഒതൻറ്റിക് അസസ്മെൻ്റ് ആണ്. കാരണം മറ്റേത് നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു എക്സാമിനൊക്കെ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിക്കും അറിയാവുന്ന തന്നെ ചിലപ്പോൾ നമ്മൾ തെറ്റിക്കും ആ ടെൻഷൻ കാരണം. അപ്പോൾ ഒതൻറ്റിക് അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ തന്നെ ഇരുത്തിക്കൊണ്ട് കുട്ടീനെ അസസ് ചെയ്യുന്നതാണ് ഒതൻറ്റിക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്സേറ്റീവ് അസസ്മെൻ്റ് ആണ്. എൻ്റെ പെർഫോമൻസ് എൻ്റെ മുന്നത്തെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുക. അതായത് എൻ്റെ 4ാം സെമസ്റ്ററിലെ മാർക്കിനെ എൻ്റെ 1ാം സെമസ്റ്ററിലെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇപ്സേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുക. അപ്പോൾ എൻ്റെ മാർക്കിനെ എനിക്ക് മുന്നേ കിട്ടിയിട്ടുള്ള മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുക, അതാണ് ഇപ്സേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട 2 തരം അസസ്മെൻ്റ് ആണ്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡും നോം റെഫറൻസ്ഡ് അസസ്മെൻറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 50-ൽ 18 മാർക്ക് കിട്ടണം എനിക്ക് പാസ്സാവണമെങ്കിൽ അല്ലേ. നമുക്കറിയാം 50-ൽ 18 പാസ് മാർക്ക് എന്ന്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഒരു ക്ലാസ്സിൽ 100 പേരുണ്ടെന്ന് വിചാരിക്കാം. ഈ 100 പേരിൽ 50 പേർക്ക് 100-ൽ 100 കിട്ടി, കുറച്ച് പേർക്ക് 48 കിട്ടി, 40 കിട്ടി, എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ മാർക്ക് കിട്ടി. ഒരു കുട്ടിക്ക് 18 കിട്ടി. എത്ര പേർക്ക് ക്ലാസ്സിൽ 50-ൽ 50 കിട്ടിയാലും 48 കിട്ടിയാലും കുഴപ്പമില്ല, 18 കിട്ടിയ കുട്ടി എന്താവും? പാസ്സാവും. അപ്പോൾ ആ കുട്ടിയും പാസ്സായി അല്ലേ. അപ്പോൾ അതാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്ന് പറയുന്നത്. നമ്മളൊരു ക്രൈറ്റീരിയ വെക്കും, ഈ ക്രൈറ്റീരിയ ക്രോസ് ചെയ്യുന്ന ആളുകളൊക്കെ പാസ്സായി എന്ന് പറയുന്നതാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ സെറ്റ് എക്സാമിൻ്റെ ഒക്കെ റിസൾട്ട് അങ്ങനെയാണ്, ഇന്നൊരു കട്ട് ഓഫ് വെക്കും, ഈ കട്ട് ഓഫിന് മുകളിൽ മാർക്കുള്ള ആളുകളൊക്കെ എന്താണ്, അത് ക്ലിയർ ചെയ്തു അല്ലേ. അതാണ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് നോം റെഫറൻസ്ഡ് എന്ന് പറയുന്നത്? ഇവിടെയാണ് ചെറിയ വ്യത്യാസം വരുന്നത്. നമ്മുടെ നെറ്റ് എക്സാം ഒക്കെ അങ്ങനെയാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഏറ്റവും നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്തു, അതിനകത്ത് ഒരാൾക്ക് 300-ൽ 300 മാർക്ക് കിട്ടി. അയാളുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളവർ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ മാർക്ക് ഏറ്റവും ടോപ്പ് കിട്ടിയ കുട്ടിയുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. എത്ര പേർക്ക് 50-ൽ 50 കിട്ടിയാലും എനിക്ക് 18 മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ പാസ്സായി. ഇവിടെ അങ്ങനെയല്ല, ഒരാൾക്ക് 50 മാർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 5 പേർക്ക് 50 മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു 15 പേർക്ക് 48 കിട്ടിയിട്ടുണ്ട്, ഒരു 20 പേർക്ക് 47 കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എനിക്ക് 18 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, എക്സാം ക്ലിയർ ചെയ്യില്ല. കാരണം എന്താണ്, ഏറ്റവും ടോപ്പ് കിട്ടിയ കുട്ടിയുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്യോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം അതിനെയാണ് നോം റെഫറൻസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ 4 തരം അസസ്മെൻറ്റുകളാണ് നമ്മളിപ്പോൾ കണ്ടത്: ഒതൻറ്റിക്, ഇപ്സേറ്റീവ്, നോം റെഫറൻസ്ഡ് ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മെമ്മറി നമുക്ക് ആദ്യം മെയിനായിട്ട് നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം: ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നതും ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നതും. ഓക്കെ, ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചുമ്മാ ഒരു ദിവസം നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും എന്ത് ചെയ്യില്ല, എൻ്റെ ബ്രെയിൻ ഓർത്ത് വെക്കില്ല. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഈ
നമ്പർ ഒന്ന് തൽക്കാലം ഒന്ന് നോട്ട് ചെയ്ത് വെക്കോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു നമ്പർ തന്നു. ഞാനത് കുറച്ച് നേരം നോട്ട് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ അത് കുറച്ച് നേരം ഓർത്ത് വെക്കും. പിന്നെ നാളെയോ നാളത്തെ കഴിഞ്ഞോ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇന്നലെ ആ പറഞ്ഞ നമ്പർ ഉണ്ടായാലേ ഏതാ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ മറന്നുപോയല്ലോ എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണത്? ഞാനത് സ്റ്റോർ ചെയ്യുന്നത്, എൻ്റെ ബ്രെയിൻ അത് സ്റ്റോർ ചെയ്യുന്നത് ഷോർട്ട് ടേം മെമ്മറിയിലാണ്. അപ്പോൾ അതാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം എന്ത് ചെയ്യുന്നതാണ്, സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുക. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് മറന്നു പോവും. ഓക്കെ, അപ്പോൾ അതാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറി തന്നെ നമുക്ക് അതിനെ എങ്ങനെ പറയാം, ഐഡറ്റിക് മെമ്മറി എന്ന് ക്ലാസിഫൈ ചെയ്യാം. എന്താണ് ഐഡറ്റിക് മെമ്മറി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. അതൊരു തരത്തിലൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. അതായത് ഇപ്പം നമ്മൾ കുറച്ച് നേരത്തേക്കും കൂടി നമ്മളൊരു സാധനം ഇങ്ങനെ കാണുന്നത് പോലെ നമുക്ക് തോന്നും. അതായത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മറന്നു പോവുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മൾ ഒരു ചെറിയ കുട്ടീനെയും കൊണ്ട് നമ്മൾ ഷോപ്പിംഗ് മോളിൽ പോവാണ്. അപ്പോൾ ഈ ഷോപ്പിംഗ് മോളിൽ പോയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങളിൽ ഓരോ റാക്കിൻ്റെ അതിലേക്കൂടെ പോകുന്നു. ഈ ചോക്ലേറ്റ് ഇരിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ കിൻഡർ ജോയ് ഇരിക്കുന്ന റാക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ കുട്ടി കിൻഡർ ജോയ്ക്ക് കരയും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് അങ്ങ് മാറി. പക്ഷേ ഈ കുട്ടി കിൻഡർ ജോയ് കണ്ടു, നമ്മൾ പക്ഷെ അവിടെ നിന്ന് അപ്പം തന്നെ മാറി. പക്ഷെ കുറച്ച് നേരത്തേക്കും കൂടി ഈ കുട്ടിയുടെ മനസ്സിൽ ആ കിൻഡർ ജോയ് ഇങ്ങനെ തെളിഞ്ഞിരിക്കും അല്ലേ. അത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്? ഷോർട്ട് ടേം മെമ്മറിയിലാണ് അല്ലേ. അത് ഒരു 10 വർഷം കഴിയുമ്പോൾ അതിങ്ങനെ ഓർത്തിരിക്കില്ല അല്ലേ. അപ്പോൾ അതാണ് ഐഡറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഒരു തരത്തിലൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. അതായത് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യം കുറച്ച് നേരത്തേക്കും കൂടി നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അതൊന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. അതിനെയാണ് ഐഡറ്റിക് മെമ്മറി എന്ന് പറയുക. അത് നമ്മുടെ ബ്രെയിൻ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ ദാറ്റ് ഈസ് ഐഡറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ തരം മെമ്മറിയാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ബ്രെയിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പം നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്ത് പുതിയതായിട്ട്, അപ്പം നിങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ആ വഴി ആദ്യം പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് വിചാരിക്കും, ഓക്കെ ചുമ്മാ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, അത് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. കാരണം എന്താണ്, ഇനിയിപ്പോൾ അത് ഉപയോഗിക്കോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ അത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ ദിവസവും നമ്മൾ പിന്നെയും ഇതേ വഴിയിലൂടെ തന്നെ പോകുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ആലോചിക്കും, ആഹാ എടാ ഇവൻ ഇത് ഇന്നലെ ഈ വഴിയിലൂടെ പോകുന്നുണ്ട്, ഇന്നും ഈ വഴിയിലൂടെ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പിറ്റേ ദിവസം നമ്മൾ ഇതേ വഴിയിലൂടെ പോകുമ്പോൾ ബ്രെയിന് വിചാരിക്കും, ഇവനിത് സ്ഥിരം ഈ വഴി പോകുന്നുണ്ടല്ലോ, അന്നൊരു കാര്യം ചെയ്തേക്കാം, ഇവനിത് എന്നും പോകുന്നുണ്ട്, എന്നാ ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് എടുത്ത് ഇതിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഇട്ടേക്കാം എന്ന് ബ്രെയിന് വിചാരിക്കും. അപ്പോൾ അതാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അതിനെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റും. അപ്പോൾ ഈ ലോങ് ടേം മെമ്മറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ നാൾ നമ്മൾ ഓർത്തിരിക്കും. ഷോർട്ട് ടേം മെമ്മറി ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും അല്ലേ. നമ്മുടെ ഫോണിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുമോ അല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയൊക്കെ ഔട്ട് ഓഫ് സ്റ്റോറേജ് ആയി പോകും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനും എന്ത് ചെയ്യും, ഒരു ദിവസം മുഴുവൻ കാണുന്ന സാധനങ്ങളൊക്കെ ലോങ് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതൊന്നും സ്റ്റോർ ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, നുറുങ്ങ് കാര്യങ്ങളൊക്കെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് സൂക്ഷിച്ചു വെക്കും അല്ലേ. ഒരു ക്യാഷ് മെമ്മറി പോലെ, നമ്മുടെ ഫോണിലേക്ക് ക്യാഷ് മെമ്മറി പോലെ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കും, ഓക്കെ ഇത് ഇവൻ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിനെ നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് ഇടാം എന്ന് ചിന്തിക്കും. അപ്പോൾ അതാണ് ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറി തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി ലോങ് ടേം മെമ്മറിയെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറിയും പിന്നെ ഇംപ്ലിസിറ്റ് മെമ്മറിയും. അപ്പോൾ എന്താണ് എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്? ഞാനൊരു കാര്യം കോൺഷ്യസ്ലി ഓർത്തെടുക്കുന്നതാണ്, അതായത് ഞാൻ ഓർക്കണം എന്ന് വിചാരിച്ച് ഓർത്തെടുക്കുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് അഥവാ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ എക്സ്പ്ലിസിറ്റ് മെമ്മറി തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തത് എപ്പിസോഡിക്, രണ്ടാമത്തത് സെമാൻറ്റിക്. എപ്പിസോഡിക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ എന്താണ് ഒരു ടൈമും പ്ലേസും ഒക്കെ വെച്ചിട്ട് എവിടെ വെച്ച് നടന്നു, എപ്പോൾ നടന്നു എന്നുള്ളതൊക്കെ വെച്ച് നമ്മൾ കോൺഷ്യസ്ലി റീകോൾ ചെയ്യുന്നതിനെയാണ് എപ്പിസോഡിക് എന്ന് പറയുക. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമിന് നമ്മളൊരു എസ്സേ കാണാതെ പഠിച്ചു
ഓക്കെ. അപ്പോൾ എസ് എ കാണാതെ പഠിച്ചിട്ട് നമ്മൾ എക്സാമിന് ആ എസ് എ എഴുതുമ്പോൾ നമ്മൾ കോൺഷ്യസ്ലി അല്ലേ അത് റീകോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു, ഓക്കെ ഞാനിത് കാണാതെ പഠിച്ചാണല്ലോ, അപ്പോൾ ഞാനിത് ഓരോന്നും ഓർത്തെടുത്ത് പേപ്പറിലേക്ക് എഴുതുവാണ് അല്ലേ. അപ്പോൾ അത് കോൺഷ്യസ് ആയിട്ട് ഞാൻ റീകോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഓരോന്ന് ഓക്കെ ഈ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് അതൊരു എപ്പിസോഡിക് അല്ലേ, ഒരു ഓർഡറിലായിരിക്കും ഞാനത് റീകോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയാം. ഇനി സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം ഏത്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ എപ്പിസോഡ് പോലെയല്ല. ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്, നമ്മൾ കോൺഷ്യസ്ലി റീകോൾ ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇതാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിസോഡിക്കും സെമാൻറ്റിക്കും രണ്ട് എന്ത് തന്നെയാണ്, കോൺഷ്യസ്ലി റീകോൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് എന്തിൽ വരും, എക്സ്പ്ലിസിറ്റിൽ വരും. ഈ എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്, ലോങ് ടേം മെമ്മറിയിലാണ് വരിക. എപ്പിസോഡിക് എന്ന് പറയുന്നത് നമ്മൾ ഓർഡറിൽ ഓർത്തിരിക്കുന്നതാണ്. സെമാൻറ്റിക് എന്ന് പറയുന്നത് നമ്മൾ റാൻഡംലി ഓർത്ത് വെക്കുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത ലോങ് ടേം മെമ്മറിയുടെ രണ്ടാമത്തെ ടൈപ്പാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം ഓർത്തെടുക്കുന്നതല്ല. അതായത് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ ഒരു കാര്യം സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ പോവില്ല. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനിങ്ങനെ എന്താണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കണം, ഓക്കെ ബ്രഷ് എടുക്കണം, ബ്രഷിലേക്ക് പേസ്റ്റ് ഇങ്ങനെ ഇതാക്കണം, എന്നിട്ട് ഇങ്ങനെ വെക്കണം, എന്നിട്ട് താഴത്തോട്ടാക്കണം, ഇങ്ങനെ ആലോചിച്ചിട്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് അല്ലേ. അത് ലോങ് ടേം മെമ്മറിയിലാണ്. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ റീകോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇംപ്ലിസിറ്റ് അഥവാ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. അത് രണ്ട് തരമാണുള്ളത്, പ്രൊസീജിയറലും ഇമോഷണൽ കണ്ടീഷനിങ്ങും. പ്രൊസീജിയറൽ എന്ന് പറയുന്നത് ഇപ്പോൾ ചില പ്രൊസീജിയറുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഷ് ചെയ്യുന്നത് അല്ലേ, അതൊരു പ്രൊസീജിയറാണ് അല്ലേ. കുളിക്കുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന ചായ, അതിങ്ങനെ എന്നും ആലോചിച്ച് ഓക്കെ ഇനി അടുത്തത് ഇത് തിളച്ച് കഴിയുമ്പോൾ തേയില ചേർക്കണം, അത് കഴിഞ്ഞിട്ട് പാല് തിളച്ച് കഴിഞ്ഞിട്ട് തേയില ചേർക്കണം, ഇനി അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ചേർക്കണം, അങ്ങനെയൊന്നും ഓർത്തിട്ടല്ല. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ കോൺഷ്യസ് അല്ലാതെ തന്നെ റീകോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ അതൊരു പ്രൊസീജിയർ ആയിട്ടാണ് അല്ലേ. അപ്പോൾ അതാണ് പ്രൊസീജിയറൽ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതും നമ്മൾ ബോധപൂർവ്വം ഓർക്കാൻ ശ്രമിക്കുന്നതല്ല, അതാണ് ഇമോഷണൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെറുപ്പത്തിൽ പട്ടി കടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടിയെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭയം വരും. അത് നമ്മൾ ഓക്കെ പട്ടിയെ കണ്ടു എന്നാൽ ഭയന്നേക്കാം എന്ന് നമ്മൾ ബോധപൂർവ്വം ഓർത്തിട്ടല്ല. ഈ പട്ടിയെ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇമോഷണൽ കണ്ടീഷനിങ്, അതായത് ചെറുപ്പത്തിൽ പട്ടി കടിച്ചതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ പേടിച്ച് പോകുന്നതാണ്. അത് കോൺഷ്യസ് ആയിട്ട് റീകോൾ ചെയ്തല്ല, അത് അല്ലാതെ വന്നതാണ്. അത് നമ്മുടെ ഇമോഷനുമായിട്ട് കണ്ടീഷൻഡ് ആയിട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ ഇമോഷണൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ വരുന്നതല്ല. ഓക്കെ. സോ ദാറ്റ് ഈസ് അബൌട്ട് ലോങ് ടേം മെമ്മറി ആൻഡ് ഷോർട്ട് ടേം മെമ്മറി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് പ്രോ ആക്റ്റീവ് മെമ്മറിയും റിട്രോ ആക്റ്റീവ് മെമ്മറിയാണ്. അപ്പോൾ പ്രോ ആക്റ്റീവ് മെമ്മറി എന്ന് പറയുന്നത് രണ്ടും എന്ത് തന്നെയാണ്, ഷോർട്ട് ടേം മെമ്മറി തന്നെയാണ്. പ്രോ ആക്റ്റീവും റിട്രോ ആക്റ്റീവ് മെമ്മറിയും രണ്ടും എന്ത് തന്നെയാണ്, ഷോർട്ട് ടേം ആണ്. പക്ഷേ അത് എന്തും ആവാം, ലോങ് ടേമും ആവാം. ഈ രണ്ടും ഷോർട്ട് ടേമും ആവാം, ലോങ് ടേമും ആവാം, ഈ പ്രോ ആക്റ്റീവും റിട്രോ ആക്റ്റീവും. ഓക്കെ. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഈ പ്രോ ആക്റ്റീവ് മെമ്മറിയും റിട്രോ ആക്റ്റീവ് മെമ്മറിയും ഷോർട്ട് ടേമും ലോങ് ടേമും ആവാം. അപ്പോൾ എന്താണ് പ്രോ ആക്റ്റീവ് മെമ്മറി നോക്കാം. പഴയ മെമ്മറീസ് പുതിയ മെമ്മറീസ് റീകോൾ ചെയ്യുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ചില പഴയ ഓർമ്മകൾ ചില പുതിയ ഓർമ്മകളെ ഓർത്തെടുക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിട്രോ ആക്റ്റീവ് ആണ്. പുതിയ മെമ്മറീസ് പഴയ മെമ്മറീസിനെ ഓർത്തെടുക്കുന്നത് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് റിട്രോ ആക്റ്റീവ്. അതായത് പഴയത് ഓർത്തെടുക്കുമ്പോൾ പുതിയത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ റിട്രോ ആക്റ്റീവ്, പുതിയത് ഓർത്തെടുക്കുമ്പോൾ പഴയത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പ്രോ ആക്റ്റീവ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് മെമ്മറി. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ലേണിംഗ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ആവുന്നത് എന്നുള്ളതാണ്. അതായത് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗ് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. ഓരോന്നായിട്ട് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ അക്വയർ ചെയ്ത നോളേജ് ഒരു പുതിയ നോളേജിനെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഞാൻ വയലിൻ പഠിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഗിറ്റാർ പഠിക്കുവാണ്. അപ്പം നേരത്തെ പഠിച്ച വയലിൻ ഞാനിപ്പോൾ പഠിക്കുന്ന ഗിറ്റാർ പഠിക്കുന്നതിൽ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ,
അത് നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ്. അതായത് എനിക്ക് മലയാളം അറിയാം, അപ്പോൾ ഓൾറെഡി എനിക്ക് മലയാളം അറിയാവുന്നതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മലയാളത്തിലെ ചില സ്ലാങ്ങുകൾ, മലയാളത്തിലെ ചില പ്രൊനൗൺസിയേഷനൊക്കെ കയറി വന്ന് ഇംഗ്ലീഷ് നന്നായിട്ട് പറയുന്നതിൽ എന്നെ ഹിൻഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ പോസിറ്റീവ് ട്രാൻസ്ഫർ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യം പുതിയൊരു കാര്യത്തിനെ എൻഹാൻസ് ചെയ്യുന്നു. നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു സംഭവം പുതിയ കാര്യത്തിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നു. ഓക്കെ, മറ്റേത് എൻഹാൻസ് ചെയ്യുന്നു, അതിനെ ഒന്നുകൂടെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നു, ഇത് അതിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഇനി സീറോ ട്രാൻസ്ഫറോ, നമ്മൾ മുന്നേ പഠിച്ച കാര്യം പുതിയൊരു കാര്യവും പഠിക്കുന്ന സമയത്ത് ഒരു തരത്തിലും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ അതെന്താണ്? സീറോ ട്രാൻസ്ഫർ ആണ്. ഓക്കെ, അടുത്തത് പ്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ. പ്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പ്രീവിയസ് നോളേജ് പുതിയ ഇൻഫർമേഷനെ എന്ത് ചെയ്യുന്നു? പുതിയ ഇൻഫർമേഷൻ ലേൺ ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് പഴയത് പുതിയതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഓക്കെ, അതാണ് പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി റിട്രോ ആക്റ്റീവ് എന്ന് പറയുന്നത് ന്യൂലി അക്വയർഡ് ആയിട്ടുള്ള നോളേജ്, അതായത് നമ്മൾ പുതിയ പഠിച്ച ഒരു നോളേജ് പഴയതിനെ റീകോൾ ചെയ്യാൻ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിട്രോ ആക്റ്റീവ്. ഓക്കെ, പഴയത് റീകോൾ ചെയ്യാൻ അല്ലെങ്കിൽ പഴയതിലേക്ക് നമുക്ക് അതിനെ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പുതിയ കാര്യം പഠിച്ചു, അപ്പോൾ പഴയ പഠിച്ചത് അങ്ങ് മറന്നു പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും? റിട്രോ ആക്റ്റീവ്. ഓക്കെ, അടുത്തത് ഈ പോസിറ്റീവ് നെഗറ്റീവും വെച്ചിട്ട് പ്രോ ആക്റ്റീവും റിട്രോ ആക്റ്റീവും മാറിപ്പോവരുതേ. പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നത് പുതിയതിനെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ്, നമുക്ക് അറിയാവുന്നത് പുതിയതിനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ്. ഇനി പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത് പഴയ ഒരു കാര്യം പഴയ പഠിച്ചത്, അതായത് ഫ്യൂച്ചറിൽ ഇനി പഠിക്കാൻ പോകുന്നതിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രോ ആക്റ്റീവ്. റിട്രോ ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നേ പഠിച്ച ഒരു കാര്യം നമ്മൾ ഒരെണ്ണം പഠിക്കുമ്പോൾ അത് മറന്നു പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും? റിട്രോ ആക്റ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അടുത്തത് ഹൈ റോഡ് ട്രാൻസ്ഫറും ലോ റോഡ് ട്രാൻസ്ഫറും ആണ്. ഹൈ റോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കോൺഷ്യസ് ആപ്ലിക്കേഷൻ ഓഫ് ലേൺഡ് നോളേജ് ആണ് ടു ന്യൂ സിറ്റുവേഷൻ. പുതിയ സിറ്റുവേഷനിലേക്ക് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒരു നോളേജിനെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഹൈ റോഡ്. ലോ റോഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ചെയ്തു പോവുകയാണ്. മറ്റേ നമ്മൾ ബോധപൂർവം നേരത്തെ ഇത് പഠിച്ചതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യാം, നമ്മൾ മുന്നേ പഠിച്ചൊരു കാര്യം കോൺഷ്യസ്ലി നമ്മൾ പുതിയൊരു സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഹൈ റോഡ്. ലോ റോഡ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ചില സ്ട്രോങ് ഹാബിറ്റ് ഒക്കെ, അതായത് ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ച് നല്ല പഴക്കം ചെന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്കത് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അത് ലോ റോഡ് ട്രാൻസ്ഫർ ആണ്, അല്ലേ? അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിച്ചു പോകുന്നതാണ്, കാരണം അവർ അത്രയും അതുമായിട്ട് യൂസ്ഡ് ആയി, അതുകൊണ്ടാണത് അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ സംഭവിച്ചത്. അടുത്തത് നിയർ ട്രാൻസ്ഫർ ആണ്. നിയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പഠിക്കാൻ പോകുന്ന പുതിയ സിറ്റുവേഷൻ വേറെ പഠിച്ച ഒരു പഴയ സിറ്റുവേഷനുമായിട്ട് സിമിലർ ആണെങ്കിൽ അത് നിയർ ട്രാൻസ്ഫർ ആയിരിക്കും. അപ്പോൾ ഫാർ ട്രാൻസ്ഫറോ, നമ്മൾ പുതിയ പഠിക്കാൻ പോകുന്നത് പഴയതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുള്ളതാണ് നമ്മൾ പുതിയത് പഠിക്കാൻ പോകുന്നെങ്കിൽ അതെന്തായിരിക്കും? ഫാർ ട്രാൻസ്ഫർ ആയിരിക്കും. ഓക്കെ, അടുത്തത് ബൈലാറ്ററൽ ട്രാൻസ്ഫർ ആണ്. ബൈലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എനിക്ക് വലത്തെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് ഇടത്തെ കൈകൊണ്ടും ഞാൻ ചെയ്യാൻ പഠിക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ ഇടത്തെ കൈയിലേക്കും കൂടി അത് ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ അതെന്തായിരിക്കും? ബൈലാറ്ററൽ ട്രാൻസ്ഫർ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വലത്തെ കൈകൊണ്ട് ചെയ്യുന്നത് ഇടത്തെ കൈകൊണ്ടുകൂടെ ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ അത് ബൈലാറ്ററൽ ട്രാൻസ്ഫർ. അടുത്തതായിട്ട് മൂക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മൂക്ക് എന്ന് നോക്കാം. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നുള്ളതാണ് മൂക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഓപ്പൺ ആയിട്ട് നമ്മുടെ ഓൺലൈൻ വഴി നമുക്ക് കാര്യങ്ങളെ പഠിക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ എനിക്കൊരു കോഴ്സ് പഠിക്കണം, അപ്പോൾ എനിക്ക് ഓൺലൈൻ വഴി എന്നെ ഒരു കോഴ്സ് പഠിക്കാൻ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമിനെയാണ് മൂക്ക് എന്ന് പറയുന്നത്. ഫ്രീ ആയിട്ട് ഓൺലൈനായിട്ട് എനിക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനെന്നെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് മൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അൺലിമിറ്റഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കുറച്ച് ലീഡിംഗ് ആയിട്ടുള്ള മൂക്ക് പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് കോഴ്സീറയാണ്, പിന്നെ ഫ്യൂച്ചർ ലേൺ ആണ്. ഇത് ഡക്കോയിറ്റി അല്ല, കോഴ്സീറ. അതുപോലെ തന്നെ യുഡാസിറ്റി ആണ്. യുഡാസിറ്റി, കോഴ്സീറ, യുഡാസിറ്റി, UDACITY, യുഡാസിറ്റി, കോഴ്സീറ, യുഡാസിറ്റി, ഫ്യൂച്ചർ ലേൺ. ഇതാണ്
ആ ലീഡിംഗ് ആയിട്ടുള്ള മൂക്ക് പ്ലാറ്റ്ഫോമുകൾ. അതായത് മൂക്കിൻ്റെ പ്ലാറ്റ്ഫോമുകൾക്ക് എക്സാമ്പിളാണ് കോഴ്സീറ, യുഡാസിറ്റി, ഫ്യൂച്ചർ ലേൺ. ഇതൊക്കെ എന്താണ്? മൂക്ക് പ്ലാറ്റ്ഫോമുകളാണ്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മൂക്ക് പ്ലാറ്റ്ഫോമുകളാണ്. ഇനി ഇന്ത്യയിലുള്ള കുറച്ച് മൂക്ക് പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സ്വയം, IIT ബോംബെ എക്സ്, മൂക്കിറ്റ്, NPTEL. ഇതെല്ലാം ഇന്ത്യൻ മൂക്ക് പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന മൂക്ക് പ്ലാറ്റ്ഫോമുകളാണ് സ്വയം, IIT ബോംബെ എക്സ്, മൂക്കിറ്റ്, NPTEL. ഓക്കെ, അപ്പോൾ മൂക്ക് എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് ഫ്രീ ആയിട്ട് കോഴ്സുകൾ ഓൺലൈനിൽ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് മൂക്ക് എന്ന് പറയുന്നത്. മൂക്കിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് എന്ത്? കോഴ്സീറ, യുഡാസിറ്റി, UDACITY, യുഡാസിറ്റി, ഫ്യൂച്ചർ ലേൺ. ഓക്കെ, ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന കുറച്ച് മൂക്ക് പ്ലാറ്റ്ഫോമുകളാണ് IIT ബോംബെ എക്സ്, സ്വയം, മൂക്കിറ്റ്, അതുപോലെ തന്നെ NPTEL. ഇനി സ്വയം, നമ്മൾ നേരത്തെ കണ്ടു, സ്വയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു മൂക്ക് പ്ലാറ്റ്ഫോമാണ്. ഇനി സ്വയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഇതാണ്: ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി. എല്ലാവർക്കും ഒരേപോലെ ആക്സസ്, എല്ലാവർക്കും ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഉള്ള സംവിധാനം. ഇതാണ് സ്വയത്തിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി. ഇക്വിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഒരേ ക്വാളിറ്റിയിലുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്വാളിറ്റിയും ഇക്വിറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് കൊടുക്കുന്നതാണ് ഇക്വിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി, ഇതാണ് സ്വയത്തിൻ്റെ എയിം എന്ന് പറയുന്നത്. സ്വയം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മൂക്ക് പ്ലാറ്റ്ഫോമാണ് എന്നുള്ള കാര്യവും ഓർക്കാം. ഇനി സ്വയത്തിൻ്റെ മോട്ടോ എന്താണ്? ശിക്ഷിത് ഭാരത്, ഉന്നത് ഭാരത്. അതായത് എഡ്യൂക്കേറ്റഡ് ഭാരത്, എലവേറ്റഡ് ഭാരത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ശിക്ഷിത് ഭാരത്, ഉന്നത് ഭാരത് എന്നുള്ളത് സ്വയത്തിൻ്റെ മോട്ടോയാണ്. സ്വയത്തിൻ്റെ എയിം എന്താണ്? ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. ഇനി ഇപ്പോഴത്തെ സ്വയത്തിൻ്റെ പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത് MOE, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും NPTEL-ഉം IIT മദ്രാസുമാണ്, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗൂഗിൾ ഇൻകോർപ്പറേഷൻ ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ് ലിമിറ്റഡ്. ഇത് ഒരു തവണ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ സ്വയത്തിൻ്റെ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തേക്കുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും പിന്നെ അതുപോലെ തന്നെ NPTEL-ഉം മദ്രാസ് IIT-യും ആണ്, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗൂഗിൾ ഇൻകോർപ്പറേഷൻ ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ് ലിമിറ്റഡ്. അപ്പോൾ സ്വയത്തിൻ്റെ എയിം ആക്സസ്, ഇക്വിറ്റി, ക്വാളിറ്റി. മോട്ടോ ശിക്ഷിത് ഭാരത്, ഉന്നത് ഭാരത്. അതിൻ്റെ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തേക്കുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, NPTEL-ഉം IIT മദ്രാസും, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗൂഗിൾ ഇൻകോർപ്പറേഷൻ ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ് ലിമിറ്റഡ്. ഇനി സ്വയത്തിന് 4 ക്വാഡ്രൻറ്റുകളാണുള്ളത്. 4 ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് വീഡിയോ ലെക്ചേഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ സ്വയം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വയത്തിൻ്റെ കോഴ്സുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സ്വയത്തിൻ്റെ കോഴ്സുകൾ 4 ക്വാഡ്രൻറ്റിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒന്നാമത്തത്, നമുക്ക് സ്വയത്തിൻ്റെ കോഴ്സ് നമ്മൾ ചെയ്യണമെങ്കിൽ അവർ നമുക്ക് അതിൻ്റെ വീഡിയോകൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, വീഡിയോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഒന്നാമത്തെ ക്വാഡ്രൻറ്റ്. രണ്ടാമത്തെ ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോ ക്ലാസ്സുകളുടെയൊക്കെ PPT അല്ലെങ്കിൽ അതിൻ്റെ PDF ഫോർമാറ്റ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പാകത്തിനുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതാണ് രണ്ടാമത്തെ ക്വാഡ്രൻറ്റ്. മൂന്നാമത്തെ ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് അവർ ഇതിനൊക്കെ എക്സാം കണ്ടക്ട് ചെയ്യും. നമ്മളിപ്പോൾ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ അവർ വീഡിയോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും, അതിൻ്റെ PDF പ്രൊവൈഡ് ചെയ്യും. മൂന്നാമത് അവർ എക്സാം കണ്ടക്ട് ചെയ്യും. അതാണ് തേർഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യും. നാലാമത്തത്, നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഡിസ്കഷൻ ഫോറങ്ങൾ വെക്കും. അതായത് ഇപ്പോൾ ഇത് ഓൺലൈനായിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? നമുക്ക് ഓൺലൈൻ ഡിസ്കഷൻ ഫോറം പ്രൊവൈഡ് ചെയ്യും. അതാണ് ഇങ്ങനെ ഈ 4 ക്വാഡ്രൻ്റ് ആയിട്ടാണ് സ്വയം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വയം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മൂക്ക് പ്ലാറ്റ്ഫോം ആണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് 10 നാഷണൽ കോർഡിനേറ്റേഴ്സ് ഓഫ് സ്വയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൂക്ക് പ്ലാറ്റ്ഫോമാണ്. ഈ സ്വയത്തിന് 10 കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കോർഡിനേറ്റേഴ്സും എന്താണെന്നും അവർ ഏത് കോഴ്സാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, 10 കോർഡിനേറ്റേഴ്സ് ആണുള്ളത്. മുന്നേ 9 ആയിരുന്നു, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്വയത്തിൻ്റെ 10 നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഥവാ AICTE. അതാണ് ഒന്നാമത്തെ കോർഡിനേറ്റർ. അവരെന്താണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? സെൽഫ് പേസ്ഡ് ആൻഡ് ഇൻ്റർനാഷണൽ കോഴ്സസ്.
ഇൻ്റർനാഷണൽ കോഴ്സുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് AICTE ആണ്, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. രണ്ടാമത്തത് NPTEL ആണ്. NPTEL കോർഡിനേറ്റ് ചെയ്യുന്നത് ഏതൊക്കെ കോഴ്സുകളാണ്? എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? NPTEL ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ. മൂന്നാമത്തെ കോർഡിനേറ്ററാണ് UGC കോർഡിനേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അല്ലാത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ. അതായത് ഇപ്പോൾ MA ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ MA ഹിന്ദി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ, സ്വയത്തിൽ അങ്ങനത്തെ കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? UGC ആയിരിക്കും. അതേസമയം BTech റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് NPTEL ആയിരിക്കും. ഇനി ഇന്റർനാഷണൽ കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? AICTE ആയിരിക്കും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി BA ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ, അതായത് നോൺ ടെക്നിക്കൽ ഗ്രാജുവേഷൻ കോഴ്സുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് CEC ആണ്. ഓക്കെ. അപ്പോൾ UGC നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, CEC നോൺ ടെക്നിക്കൽ അണ്ടർ ഗ്രാജുവേഷൻ. ഓക്കെ. ഇനി സ്കൂൾ തലത്തിലുള്ള എന്തെങ്കിലും കോഴ്സ് ആണെങ്കിലോ അത് NCERT ആയിരിക്കും കോർഡിനേറ്റ് ചെയ്യുന്നത്. NCERT ആണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. അടുത്തത് NIOS, ഓപ്പൺ സ്കൂളിംഗ് ആണെങ്കിലോ അത് NIOS ആയിരിക്കും. ഓക്കെ. അടുത്തത് IGNOU, ഔട്ട് ഓഫ് കോളേജ്, അതായത് ഡിസ്റ്റൻസ് ലേണിംഗ്, കോളേജ് തലത്തിലുള്ള ലേണിംഗ് ആണെങ്കിൽ അത് IGNOU ആയിരിക്കും. ഡിസ്റ്റൻസ് ലേണിംഗ് സ്കൂൾ തലത്തിലുള്ളതാണെങ്കിൽ NIOS അല്ലേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഇനി ഔട്ട് ഓഫ് കോളേജ് കോഴ്സുകൾ, അതായത് ഡിസ്റ്റൻസ് കോഴ്സുകൾ കോളേജ് തലത്തിലുള്ളതാണെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് IGNOU ആയിരിക്കും. ഇനി മാനേജ്മെന്റ് സ്റ്റഡീസ് ആണെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് IIM ബാംഗ്ലൂർ ആയിരിക്കും. ഇനി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, BEd കോഴ്സുകളൊക്കെ ആണെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ ട്രെയിനിങ്, ടെക്നിക്കൽ ടീച്ചർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് അല്ലെ, NITTTR, ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കോർഡിനേറ്റ് ചെയ്യുന്നത് NITTR ആയിരിക്കും. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, INI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കുറച്ച് യൂണിവേഴ്സിറ്റികളെ, കുറച്ച് കോളേജുകളെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? INI ആയിരിക്കും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് കുറേ യൂണിവേഴ്സിറ്റികളെ, കുറേ കോളേജുകളൊക്കെ INI ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോളേജുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? INI ആയിരിക്കും. അപ്പോൾ ഇതാണ് സ്വയത്തിൻ്റെ 10 നാഷണൽ കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വയംപ്രഭ ആണ്. സ്വയംപ്രഭ എന്ന് പറയുന്ന ആദ്യം എന്താണെന്ന് നോക്കാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇത് 40 ചാനലുകളാണ്, DTH ചാനലാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്യുവർലി എഡ്യൂക്കേഷണൽ കണ്ടന്റുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന 40 ചാനലുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ സ്വയംപ്രഭ എന്ന് പറയുക. എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകൾ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസം 24 മണിക്കൂറും എഡ്യൂക്കേഷണൽ കണ്ടന്റുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന 40 DTH ചാനലുകളുടെ കൂട്ടത്തിനെയാണ് സ്വയംപ്രഭ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് സംപ്രേഷണം ചെയ്യുന്നത് GSAT-15 എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ സ്വയംപ്രഭയായിട്ട് ഓർത്തിരിക്കാം. ഇനി ഈ സ്വയംപ്രഭയെ ലോഞ്ച് ചെയ്തത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന പ്രണബ് മുഖർജിയാണ് എന്നുള്ള കാര്യം ഓർക്കാം. ഓക്കെ. ഇനി ഈ സ്വയംപ്രഭയിൽ 4 മണിക്കൂർ പുതിയ കണ്ടന്റ് ആയിരിക്കും. ഓക്കെ. ഈ 4 മണിക്കൂർ വീണ്ടും 5 തവണ റിപ്പീറ്റ് ചെയ്യും. 5 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എത്ര മണിക്കൂറായി? ഈ 4 മണിക്കൂർ 5 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 20 ആയി. 20 + 4 24. അപ്പോൾ 24 മണിക്കൂറായല്ലോ. അപ്പോൾ 4 മണിക്കൂർ പുതിയത് കൊടുക്കും. ഈ പുതിയത് ഈ കൊടുക്കുന്ന 4 മണിക്കൂർ ഉണ്ടല്ലോ, ഇത് വീണ്ടും 5 തവണ റിപ്പീറ്റ് ചെയ്യും. 5 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 5 × 4 20. പിന്നെ ഓൾറെഡി ഇത് 4 മണിക്കൂർ ഓൾറെഡി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇത് 5 തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ 24 മണിക്കൂറായി. ഇങ്ങനെയാണ് 24 മണിക്കൂർ തികയ്ക്കുന്നത്. അല്ലാതെ 24 മണിക്കൂറും പുതിയ കണ്ടന്റ് അല്ല, 4 മണിക്കൂർ പുതിയ കണ്ടന്റ്. ഈ പുതിയ കണ്ടന്റ് 5 തവണ റിപ്പീറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണ് 24 മണിക്കൂർ ആവുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ ചാനലുകൾ അപ്ലിങ്ക് ചെയ്യപ്പെടുന്നത് ഭാസ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ബിസാജിൽ നിന്നാണ്. ഞാൻ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് ജസ്റ്റ് ചെക്ക് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. ഭാസ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻ ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ്, ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻ ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ്, ഗാന്ധിനഗർ. ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഇതിൻ്റെ ചാനലുകളൊക്കെ അപ്ലിങ്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ സ്വയംപ്രഭയുടെ ചാനലുകൾ അപ്ലിങ്ക് ചെയ്യപ്പെടുന്നത് ബിസാജിൽ നിന്നാണ്. ഭാസ്കരാചാര്യ
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ആപ്ലിക്കേഷൻ ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സ് ഗാന്ധിനഗർ. ഒരു തവണ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു, സ്വയംപ്രഭയുടെ ചാനലുകൾ അപ്ലിങ്ക് ചെയ്യപ്പെടുന്നത് ബിസാജ് അഹമ്മദാബാദിൽ നിന്നാണെന്ന്. തെറ്റാണ്. ബിസാജിന്റെ സ്ഥലം എവിടെയാണ്? ഗാന്ധിനഗർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഓരോ പോയിന്റും നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ പഠിച്ചു പോകണം. ഓക്കെ, ഇനി അടുത്ത കാലത്തായിട്ട് ഇഗ്നോ ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് മണിപ്പൂരി ലാംഗ്വേജിൽ. ഏതിൽ? സ്വയംപ്രഭയിലെ ഒരു ചാനലിൽ ഇഗ്നോ മണിപ്പൂരി ലാംഗ്വേജിൽ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. അത് റീസെൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. പിന്നെ സ്വയംപ്രഭയുടെ വെബ് പോർട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻഫ്ലിബ്നെറ്റ് ആണ് എന്നുള്ള കാര്യവും ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾ സ്വയംപ്രഭയുടെ ചാനലുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 1 മുതൽ 10 വരെയുള്ള ചാനലുകൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സ്വയംപ്രഭയുടെ 1 മുതൽ 10 വരെയുള്ള ചാനലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ചാനൽ 1 to 10 വരെ ഉള്ളതിനാണ് പേരുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പേരും അതിൽ ഓരോന്നിലും ഏതാണ് കണ്ടന്റ് വരുന്നതെന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ചാനൽ നമ്പർ 1ൻ്റെ പേര് വഗീഷ് എന്നാണ്. അത് ഹ്യൂമാനിറ്റീസ് 1 ആണ്. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ വഗീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ 1, വഗീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, വഗീഷ് ലിറ്ററേച്ചർ, വഗീഷ് ലിറ്ററേച്ചർ, ചാനൽ 1 വഗീഷ് ലിറ്ററേച്ചർ. രണ്ടാമത്തെ ചാനൽ സംസ്കൃതിയാണ്. അതും ഹ്യൂമാനിറ്റീസ് 2 ആണ്. ആർട്സ്, ഹിസ്റ്ററി, ഫിലോസഫി ഒക്കെയാണ് സംസ്കൃതിയിൽ വരുന്നത്. നമ്മുടെ സംസ്കാരം, ഹിസ്റ്ററി, ആർട്സ് എന്നൊക്കെ ആലോചിച്ചാൽ മതി. അപ്പോൾ 2, ചാനൽ നമ്പർ 2 സംസ്കൃതി, ആർട്ട്, ഹിസ്റ്ററി, ഫിലോസഫി. അപ്പോൾ ആദ്യത്തെ 2 ചാനലും ഹ്യൂമാനിറ്റീസ് ആണ്. അതിൽ വഗീഷിൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, സംസ്കൃതിയിൽ ആർട്ട്, ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി. മൂന്നാമത്തെ ചാനൽ പ്രബോധ്, സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിലെ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും. പൊളിറ്റിക്കൽ പ്രബോധ്, പൊളിറ്റിക്കൽ പ്രബോധ്. അപ്പോൾ പ്രബോധ് 3rd, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. 4 സാരസ്വത്, സരസ്വതി ദേവി എന്നൊക്കെ ആലോചിച്ചാൽ മതി. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഹോം സയൻസ്, സരസ്വതി, സാരസ്വത്. ഓക്കെ, 4ാമത്തെ ചാനൽ. ചാനലിൻ്റെ നമ്പർ, പേര്, ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. വഗീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, സംസ്കൃതി ആർട്ട്, ഹിസ്റ്ററി, ഫിലോസഫി, പ്രബോധ് പൊളിറ്റിക്കൽ സയൻസ്, സാരസ്വത് എഡ്യൂക്കേഷൻ, സൈക്കോളജി ആൻഡ് ഹോം സയൻസ്. 5ാമത്തത് പ്രബന്ധൻ, പ്രബന്ധം അവതരിപ്പിച്ചു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ മാനേജ്മെൻറ്റ്. ഓക്കെ, മാനേജ്മെൻറ്റ് ലൈബ്രറി സയൻസ്, ലൈബ്രറിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രബന്ധം അവതരിപ്പിച്ചത് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ പ്രബന്ധം, ലൈബ്രറിയൊക്കെ മാനേജ് ചെയ്ത് അയാളൊരു പ്രബന്ധം അവതരിപ്പിച്ചു എന്ന് ആലോചിക്കുക. അപ്പോൾ 5 പ്രബന്ധം, ലൈബ്രറി സയൻസ്, മാനേജ്മെൻറ്റ്, 5 പ്രബന്ധൻ. ഓക്കെ, അപ്പോൾ 5 ചാനൽ മനസ്സിലായി. 6ാമത്തെ ചാനൽ വിദിക്, വിധിയാണ് അല്ലേ, കോടതി വിധി, ലോ, ലീഗൽ സ്റ്റഡീസ്, ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ ആലോചിക്കുക. 6 വിദിക്, ലോ, ലീഗൽ സ്റ്റഡീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. 7 കൗടില്യ, 7 കൗടില്യ, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം അല്ലേ, എക്കണോമിക്സിലെ വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ് അല്ലേ. അപ്പോൾ കൗടില്യ, എക്കണോമിക്സ്, കൊമേഴ്സ്, ഫിനാൻസ്. 8 ഭട്ട, 8 ഭട്ട, ആര്യഭട്ട, 8 ആര്യഭട്ട, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ആലോചിച്ചാൽ മതി. സ്പന്ദൻ 9 സ്പന്ദൻ, സ്പന്ദനം അല്ലേ. സ്പന്ദനം എന്ന് പറയുമ്പോൾ ലൈഫാണ്. അപ്പോൾ ലൈഫ് സയൻസ്, ബോട്ടണി, സുവോളജി, ബയോസയൻസ്. 10 ദക്ഷ, 10 ദക്ഷ, ദക്ഷ് അപ്ലൈഡ് സയൻസ്, കെമിക്കൽ സയൻസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്ലൈഡ് സയൻസ് ആണ് ദക്ഷിൽ വരുന്നത്. അപ്പോൾ ചാനൽ 1 to 10 വരെയുള്ളത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ചാനൽ 1 to 10 വരെ എപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പഠിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 10 വരെയുള്ള ചാനലുകളാണ് പറഞ്ഞത്. ഇനി 11 മുതലുള്ള ചാനലാണ് സ്വയംപ്രഭയുടെ. 11 to 16 വരെയുള്ളത് ഇഗ്നോയുടെ ചാനലുകളാണ്. 11 മുതൽ 16 വരെ ഇഗ്നോയുടെ ചാനലുകളാണ്. 17 മുതൽ 38 വരെ IITയുടെ ചാനലുകളാണ്. ഓക്കെ, 39ാമത്തെ ചാനൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെയാണ്. അതിനകത്ത് വരുന്ന പെർഫോമിംഗ് ആർട്സ്, തിയേറ്റർ, ഫിലിം മേക്കിംഗ്, പെയിൻറ്റിംഗ് ഒക്കെയാണ് 39ാമത്തെ ചാനലിൽ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ ചാനലിൽ വരുന്നത്. 40ാമത്തെ ചാനലിൻ്റെ പേര് വ്യാസ് എന്നാണ്. UGC CECയുടെ ചാനലാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 11 മുതൽ 16 വരെ ഇഗ്നോയുടെ ചാനൽ, 17 മുതൽ 38 വരെ IITയുടെ ചാനലുകൾ, 39ാമത്തത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ ചാനൽ, 40ാമത്തത് വ്യാസ് അല്ലെങ്കിൽ UGC CECയുടെ ചാനൽ. ഓക്കെ, ഇനി നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. മൈൻഡ് മാപ്പിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ. ഇപ്പം ഞാൻ ഈ മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന മൈൻഡോമോ എന്ന് പറയുന്ന
ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ മൈൻഡ് മാപ്പിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ടൂളുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചേക്കുന്ന മൈൻഡോമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ കാണുന്ന എല്ലാ മൈൻഡ് മാപ്പുകളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് മൈറോ, ലൂസിഡ് ചാർട്ട്, പോപ്ലെറ്റ്, മൈൻഡ് മേസ്റ്റർ, കോഗിൾ, എക്സ് മൈൻഡ്, മൈൻഡോമോ എന്നിങ്ങനെ പലതരം ആപ്ലിക്കേഷൻസ് ഉണ്ട് ടീച്ചേഴ്സിന് മൈൻഡ് മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ലൈവ് പോളിംഗ് ടൂളുകളാണ്. അതായത് നമുക്ക് ലൈവായിട്ട് പോൾ ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇടുന്നു, അതിന് പോൾ ഇടുന്നു ABCD എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നിങ്ങൾക്ക് അതിന് വോട്ട് ചെയ്യാം. അപ്പോൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ ഏതൊക്കെയാണെന്നാണ് ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പോൾ എവരിവെയർ, മെൻറ്റിമീറ്റർ, സ്ട്രോ പോൾ, ആഹാ സ്ലൈഡ്സ്, ഇതൊക്കെയാണ് ലൈവ് പോളിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ. പോൾ എവരിവെയർ, മെൻറ്റിമീറ്റർ, സ്ട്രോ പോൾ, ആഹാ സ്ലൈഡ്സ്. അടുത്തത് വിർച്വൽ ഫീൽഡ് ട്രിപ്പിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൈൻഡ് മാപ്പുകളാണ്. വിർച്വൽ ഫീൽഡ് ട്രിപ്പിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളാണ്. ഓക്കെ, എന്താണ് ഈ വിർച്വൽ ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത്? നമുക്കൊരു സ്ഥലത്ത് വിർച്വലി പോകാൻ പറ്റുക, നേരിട്ടല്ല. നമുക്കിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ നമ്മൾ ആഫ്രിക്കയിൽ പോകുന്നതായിട്ട് നമുക്കൊരു വിർച്വൽ ഫീൽഡ് ട്രിപ്പ് നടത്താം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ടൂളുകൾ, നമുക്ക് ആഫ്രിക്കയിൽ പോകാതെ തന്നെ ആഫ്രിക്കയിൽ പോയ പോലത്തെ ഒരു ഫീൽ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ടൂളുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഗൂഗിൾ എക്സ്പെഡിഷൻ, ഗൂഗിൾ എർത്ത്, സൂണിവേഴ്സ്, മൈൻക്രാഫ്റ്റ്, സെക്കൻഡ് ലൈഫ്, വെർബല. അതിനകത്ത് വെർബലയും സെക്കൻഡ് ലൈഫും ഒക്കെ മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് വിർച്വൽ ഫീൽഡ് ട്രിപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകൾ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്ക് വൈറ്റ് ബോർഡ് ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വൈറ്റ് ബോർഡ്, അതായത് കുട്ടികൾക്കും കൂടെ അവരുടെ ഐഡിയകളൊക്കെ ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വൈറ്റ് ബോർഡ്. ഇപ്പോൾ നമ്മളൊരു സൂം മീറ്റിംഗ് നടത്തുവാണെങ്കിൽ അതിനകത്ത് കുട്ടികൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വൈറ്റ് ബോർഡുകൾ, ഇൻ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വൈറ്റ് ബോർഡുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ജാം ബോർഡ്, സ്റ്റോം ബോർഡ്, കോൺസെപ്റ്റ് ബോർഡ്. അതായത് ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്കും എഴുതാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എഴുതുന്ന എനിക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻ്ററാക്റ്റീവ് വൈറ്റ് ബോർഡുകളാണ് ഈ പറയുന്ന വൈറ്റ് ബോർഡുകളെല്ലാം. അടുത്തത് അബാർ ID എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അബാർ ID ആപ്ലിക്കേഷൻ അല്ല, അബാർ ID. ഓക്കെ, നമ്മൾ വോട്ടർ ID, ആധാർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. ഒരു 12 അക്ക ലൈഫ് ലോങ് യുണീക്ക് ഡിജിറ്റൽ ഐഡൻറ്റിറ്റിയാണ്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റുഡൻസിനുമുള്ള 12 അക്ക ലൈഫ് ലോങ് യുണീക്ക് ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ആണ് അബാർ ID എന്ന് പറയുന്നത്. ഈ അബാർ ID നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ അബാർ IDയുടെ മോട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 നേഷൻ 1 സ്റ്റുഡൻറ്റ് ID. അതായത് ഒരു കുട്ടിക്ക് ഒറ്റ ID എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ഡിഗ്രി, PG, നെറ്റ്, JRF, ഇങ്ങനെ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് ഈ അബാർ IDയിലേക്ക് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരൊറ്റ ID ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ID ആണ് അബാർ ID എന്ന് പറയുന്നത്. കൺസോളിഡേറ്റ് ഓൾ ദെയർ അക്കാഡമിക് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ അച്ചീവ്മെൻറ്റ് ഇൻ എ സിംഗിൾ സെക്യൂർ ലൊക്കേഷൻ. ഒറ്റ ലൊക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ID ആണ് അബാർ ID എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാനിതെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എക്സാമിനേഷന് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഈ മാരത്തോൺ ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. കീപ് വാച്ചിങ്. താങ്ക് യു. വിൽ മീറ്റ് വിത്ത് ന്യൂ മാരത്തോൺ. ഓക്കെ, മിക്കവാറും റിസർച്ച് ആയിരിക്കും സെക്കൻഡ് ആയിട്ട് വരുന്നത്. വിൽ അപ്ലോഡ് ദി സെക്കൻഡ് മാരത്തോൺ സൂൺ. താങ്ക് യു.